കർത്താവെ, പ്രാർത്ഥനയൊക്കെയും അനുഗ്രഹിച്ച് കർത്താവെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കാം. പ്രിയ കൊച്ചുമച്ചിയെ ക്ഷണിക്കുന്നു. പാട്ട് പാടും. ഹലോ കൊച്ചുമച്ചി, പെണ്ണമ്മച്ചി. ഓണാക്കാൻ പറ്റുന്നില്ലായിരിക്കും. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിയിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിയിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിയിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിയിടും, സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിയിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിയിടും, സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തത്താൽ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തത്താൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പെണ്ണമ്മച്ചി പാട്ട് പാടി. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ. നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ നിത്യം സ്തുതിച്ചിടുമ്പോൾ. തുറന്നിടുക നന്നീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കും. തുറന്നിടുക നന്നീരുറവ,
ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ അഭിഷേകം ഒരു ശക്തി പ്രാപിക്കുവാൻ പകർന്നിടുക ഒരു ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാൽ നിൻ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ ആത്മാവിനാലെ നിൻ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ അഭിഷേകം പകർന്നിടുക ഒരു ശക്തി പ്രാപിക്കുവാൻ ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ ആരാധ്യൻ യേശുവരാം വണങ്ങുന്നു ഞാൻ പ്രിയനെ ആരാധ്യൻ യേശുവരാം വണങ്ങുന്നു ഞാൻ പ്രിയനെ തേജസ്സേ ഹൃദയത്തിനാനന്ദമേ തേജസ്സേ മുഖമേ ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ യേശുവരാം വണങ്ങുന്നു ഞാൻ പ്രിയനേ കൈകൾ നിൻകണ്ണേ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ കൈകൾ എൻകണ്ണേ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ കരത്ത ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ ആരാധ്യൻ യേശുവരാം വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേ നിൻമുഖമേ ഹൃദയത്തിനാനന്ദമേ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം സന്നിധിയിൽ വാസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ സന്നിധിയിൽ വാസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ ആമേൻ ആരാധ്യൻ യേശുവരാം വണങ്ങുന്നു ഞാൻ പ്രിയനേ ആമേൻ ആരാധ്യൻ യേശുവരാം വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേ നിൻമുഖമേ
ഹൃദയത്തിനാനന്ദമേ തേജസ്സേ ഉന്മുഖമേ ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ ആമേൻ സ്തോത്രം. മോളി പാടുന്നേ പാടിക്കോ മോളി. ഞാൻ പാടാൻ എടുത്ത പാട്ട് വെണ്ണമാമ പാടി. സ്തോത്രം സ്തോത്രം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യമല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരനീക്കെന്തിനാ. ലോകമേതും യോഗ്യമല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരനീക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ച മരിച്ച നാഥനെ
എന്നെ നേടുന്ന സന്തോഷമൂർത്തതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലഴും സ്നേഹം കുറഞ്ഞു പോയിടാ ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നൽകിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ പെണ്ണമ്മച്ചിയും മോളിയും ദൈവം സഹായിച്ചതെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും കൂടുതലായും കർത്താവിനെ പാടി സ്തുതിക്കുവാൻ കർത്താവ് കൂടുതൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റ് മണിയാണ്. അതിന് ലിൻസി മാത്യുവിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലിൻസി സിസ്റ്റർ മ്യൂട്ട് ഓൺ ആക്കിക്കേ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കാലം കർമ്മൽ പ്രയർ ഫെലോഷിപ്പിലുള്ള എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും ഇതിന്റെ അഡ്മിനായ സിസ്റ്റർ ഗ്രേസിനും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ലിസി മാത്യു. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ പി മാത്യു. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരുവാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സുശേഷകരയിലായിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങി തിരിച്ച സമയത്ത് നിലമ്പൂരിനടുത്ത് 5 കിലോമീറ്റർ അപ്പുറമുള്ള പുളിക്കലോടി എന്ന ദേശത്താണ് ഇറങ്ങി തിരിച്ചത്. അവിടെ ദൈവകൃപയാൽ 17 വർഷം വേല ചെയ്തു. കർത്താവ് ഞങ്ങൾക്ക് ഒരു ചർച്ച് തന്നു. ഞങ്ങളുടെ വസ്തു വിറ്റിട്ട് ഒരു ഭാഗം അതിനെ പണിയാനിടയായി. ആ പണിത് കഴിയാനായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, സെരുബ്ബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടു, അവന്റെ കൈ തന്നെ അത് തീർക്കും. അത് തീർന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഞങ്ങളോട് രണ്ടുപേരോട് പറഞ്ഞു തിരുവാലിയിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരുവാലിയിൽ പോയി. ഇപ്പോൾ 17-18 വർഷമായി ദൈവകൃപയാൽ അവിടെ വേലയിലായിരിക്കുന്നു. അവിടെയും കർത്താവ് ഞങ്ങൾക്ക് ഹോളും പാഷനേജും തന്നു. അതും നമ്മുടെ വസ്തു വിറ്റിട്ട് തന്നെ മേടിച്ചതാണ്. ദൈവം ദർശനം തന്നയച്ചത് കൊണ്ട് ദൈവനാമത്തിന് വേണ്ടി കിട്ടുന്നതൊക്കെ ചെലവഴിക്കാനുള്ള ഒരു ദൈവം ഒരു തന്നിട്ടുണ്ട്. എൻ്റെ വീട് വടക്കുംപാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളെ 4 മക്കളായിരുന്നു. ഒരാള് ബാംഗ്ലൂരിലെ സുവിശേഷ വേലയിലായിരുന്നു, ക്യാൻസറായിട്ട് മരിച്ചു. ഞങ്ങൾക്ക് 4 മക്കളാണ്. 2 പേർ സുവിശേഷ വേലയിലായിരിക്കുന്നു പൂർണ്ണമായിട്ടും. ഒരാൾ പാലക്കാട് ജോൺസൺ കോശി, മോളാണ് ലിജി. അവരെ വടക്കഞ്ചേരി എന്ന സ്ഥലത്ത്, പാലക്കാട് വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുന്നു. അവർ പൗർഷനിലൊക്കെ പ്രസംഗിക്കാറുണ്ട്. രണ്ടാമത്തെ ആള് കോയമ്പത്തൂരിലെ തമിഴ് പഠിച്ച് തമിഴരുടെ ഇടയിൽ വേല ചെയ്യുന്നു. മൂന്നാമത്തേത് ഇരട്ടകളാണ്. അവരും സുവിശേഷ വേലയ്ക്കുള്ളവരാണ്. അവര് രണ്ടുപേരും കാനഡയിലായിരിക്കുന്നു. കഴിഞ്ഞ 10 മാസം ഞങ്ങൾ കാനഡയിലായിരുന്നു. ആ ചെറിയ ഇരട്ടകളിൽ ഒരാൾക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടായി. അവന്റെ വൈഫും ഇരട്ടയാണ്.
അപ്പോൾ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി അവിടെ പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. കൃപയാൽ ഈ കർമ്മേൽ ഗ്രൂപ്പിലെ പ്രയറിലെ ഇടയ്ക്കിടയ്ക്ക് കയറുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന് എനിക്ക് ഒരു 5 വയസ്സായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ മർത്തോമക്കാരാണ്. എന്നെ സൺഡേ സ്കൂൾ പഠിക്കാനായി IPCയിൽ വിട്ടു. അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയും പ്ലാനും ആയിരുന്നു എനിക്ക് ഇന്ന് മനസ്സിലാവുന്നു. അന്നേരം ഞങ്ങൾ പോയി പഠിച്ചു എന്നല്ലാതെ ഒന്നും അറിയത്തില്ലായിരുന്നു. നന്നായിട്ട് പഠിച്ചു, ഒത്തിരി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി. പാസ്റ്റർ ജോൺ ആയിരുന്നു അവിടുത്തെ, മരിച്ചുപോയി. അവിടുത്തെ അന്നത്തെ പാസ്റ്ററെ എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 15 വർഷം 15ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം ഞങ്ങളെ പഠിപ്പിച്ചു സൺഡേ സ്കൂളിൽ നിന്ന്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് മുൻകുറി എന്ന് പഠിപ്പിച്ചപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, ഇനി നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോയാൽ നിങ്ങളെ അവര് മുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ട് സ്നാനത്തെക്കുറിച്ചുള്ള വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. ഇത് ബന്ധുക്കോസാരുടെ എന്തോ ഉപദേശമാണെന്നൊക്കെ വിചാരിച്ചിരുന്നേ. പിന്നെ ഇവര് കാണുന്ന ഉടനെ അഭിഷേകം പ്രാപിക്കണം, സ്നാനപ്പെടണമെന്ന് പറയും. അത് കേൾക്കുന്നതേ ദേഷ്യമായിരുന്നു. അങ്ങനെ സൺഡേ സ്കൂൾ പഠനം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ SLCക്ക് തോറ്റു. ഞാൻ പല ക്ലാസ്സുകളിൽ തോറ്റു. ഞാൻ തോറ്റത്രേ ആരും തോറ്റിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് ജോലി ചെയ്യാനൊന്നും പഠിക്കാനൊന്നും നേരമില്ല. വീട്ടിൽ ധാരാളം ജോലിയുണ്ട്. 5.5 ഏക്കർ സ്ഥലമുണ്ട്, പശുക്കളുണ്ട്. പശുക്കൾക്ക് പുല്ല് പറിക്കണം, റബ്ബർ വെട്ടി പാല് എടുക്കണം, ഒറയൊഴിക്കണം, പിന്നെ വൈകുന്നേരം വന്നാൽ പുല്ലരിയണം, കന്നാലി എല്ലാം കൊണ്ട കെട്ടി വെള്ളം കൊടുക്കണം. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യണം. കോപ്പി പോലും എഴുതാൻ സമയം കിട്ടത്തില്ല. അങ്ങനെ 10ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ എനിക്കൊരു ടീച്ചർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങൾ ഇവാഞ്ചലിക്കലാണ്. അന്ന് രാത്രി ഞാൻ ആരും കാണാതെ വാവിട്ട് കരഞ്ഞു, കർത്താവേ ഇനി എന്നെ പഠിപ്പിക്കാൻ വിടത്തില്ല, ഇവിടെ ഒരു വേലക്കാരിയെ പോലെ എന്നെ നിർത്തുമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞാൻ കരഞ്ഞത് ആരും കേട്ടില്ല, ആരും കണ്ടില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ കണ്ടു. പിറ്റേ ദിവസം രാവിലെ അമ്മണി എന്ന് പറഞ്ഞൊരു ചേച്ചി തൃശ്ശൂരിന്ന് ഹിന്ദു വിശ്വാസി നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഭ്രാന്തായിട്ട് ചങ്ങലയെ കിടക്കുമ്പോൾ വിശ്വാസി എന്നൊരു സഹോദരിയാണ്. അവരെ വന്നിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മകളെ ജോലി കളഞ്ഞാൽ നീ വിശ്വാസം കൊണ്ടൊന്ന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പത്തിത്തോറ്റ എനിക്ക് ഇവിടെ നിന്ന് ജോലി കിട്ടുന്നേ, ഇപ്പോഴുള്ളതിനേക്കാളും വലിയ വിശ്വാസം എന്താ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാൽ ഞാൻ SSLC എഴുതി പാസ്സായി. ടൈപ്പ് ഷോർട്ട് ഹാൻഡും പഠിച്ചു. അത് കഴിഞ്ഞ് മെഡിക്കൽ ടെക്നീഷ്യൻ കോഴ്സ് ഞാൻ മല്ലപ്പള്ളിയിൽ പോയി പഠിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടില്ല. ഇവാഞ്ചലിക്കൽ തന്നെയാണ്. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പോയാല് 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ് കോട്ടയത്ത് ബസ് എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ മല്ലപ്പള്ളിക്ക് പോകണം. ഞാൻ കോട്ടയത്ത് എത്തുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് ടയർ പഞ്ചറായി, കുറെ ലേറ്റായി ചെന്നത്. അപ്പൊ സന്ധ്യയായി. അന്ന് ഫോണൊന്നും ഇല്ല. ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുവാണ്, കയറിയിരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. അപ്പൊ ഈ ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ വന്നിട്ട് ചോദിച്ചു, എവിടെ പോണം. അവരോട് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഞാൻ 18 വയസ്സുള്ള ഒരു പെങ്കൊച്ച. അപ്പൊ ഞാന് പ്രാർത്ഥിച്ചു, അപ്പാ ഞാൻ എന്ത് ചെയ്യും അപ്പാ, എന്റെ വീട്ടിലും ഒന്നും അറിയത്തില്ല, ഞാൻ പോകുന്ന വീട്ടിലും ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുമ്പോ ഒരപ്പച്ചൻ എന്റെ അടുത്തേക്ക് വന്നു. മോളെ നീ എന്താ വിഷമിച്ച് നിൽക്കുന്ന വെച്ച്. ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് മല്ലപ്പള്ളിക്ക് പോകണം, ബസ് കാണുന്നില്ല. എന്റെ കൂടെ വാന്ന് പറഞ്ഞ് അപ്പച്ചൻ കൊണ്ടുപോയി ബസ് കയറ്റി എന്നെ അവിടെ കൊണ്ട് വിട്ടിട്ട് പോയി. അത് എനിക്കൊരു ഭയങ്കര അത്ഭുതകമായി തോന്നി. കാരണം അത് ദൈവം ചെയ്തതാണെന്നൊക്കെ അന്നേരം എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവം ചെയ്തതാണെന്ന്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഒരു 17 വർഷം മുമ്പ് ആ അപ്പച്ചനെ ഞങ്ങൾ കാണാൻ പോയി. ഞങ്ങളുടെ വീട്ടിനടുത്ത് 10-22 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പച്ചന് മനസ്സിലായി, എന്നെ കാണാൻ പോയി. അന്നേരം എന്റെ ഹസ്ബൻഡിനോട് അപ്പച്ചൻ പറഞ്ഞു, ആ കൊച്ചിനെ അന്ന് ആരെങ്കിലും കൊണ്ടുപോയി കൊന്നു കളയേണ്ടതാ, ദൈവം അവളെ വിടുവിച്ചതാണെന്ന് പറയാൻ ഇടയായി തീർന്നു. ആ അപ്പച്ചന്റെ മക്കളെ ഇന്ന് ഞങ്ങളിവിടെ ആരാധിക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ ഓരോ ഞങ്ങൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ്. അത് കഴിഞ്ഞ് എന്റെ വിവാഹം കഴിഞ്ഞു. സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ബോംബെയില്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്റെ ഫാദറ് ക്യാൻസർ ആയിട്ട് മരിച്ചു. എന്റെ ഫാദർ ക്യാൻസർ ആയി കിടക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ബന്ധുക്കോസിന് പ്രാർത്ഥിക്കാൻ വന്നു. അന്നേരം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ദൈവം ചെയ്വട്ടെന്നല്ല, ഇങ്ങനെ ഉറക്ക പ്രാർത്ഥിക്കണ്ട, ഇറങ്ങി പോകാൻ പറഞ്ഞ് പാസ്റ്ററും കൂട്ടരെ ഇറക്കി വിട്ടു. അങ്ങനെ പാസ്റ്ററും കൂട്ടരും ഇറങ്ങിപ്പോയി. എന്റെ ഫാദർ മരിക്കുകയും ചെയ്തു. എന്നാൽ 12 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് കൃത്യമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാല്, ഞാൻ 3ാമത് പ്രഗ്നന്റ് ആയി. ഒരു ദൈവത്തിന്റെ ദൂതം വന്ന് ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് പറഞ്ഞു, കൃപയിലെ വെച്ചോളെ, നിനക്ക് വന്ദനം, നിനക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകും, നീ ദൈവത്തോട് പറ്റിയിരിക്കുകയാണ്, വിടുവിക്കപ്പെടില്ലേ, മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ദേശത്തെ എന്റെ നാമമഹത്വത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചിറക്കും, ഞാൻ നിങ്ങളെ കരങ്ങളിൽ ഉപയോഗിക്കും, അനേകർക്ക് നിങ്ങൾ ആശ്വാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പോയി. അപ്പൊ ഞാനും 2 മക്കളും കൂടെ അത് നോക്കി നിന്നു. അദ്ദേഹം പോന്ന് നോക്കി നിന്നു. അദ്ദേഹത്തെ പാടത്തോട്ട് ഇറങ്ങി, പിന്നെ കാണാനില്ല.
അപ്പോഴും എനിക്ക് അദ്ദേഹം ഒരു ദൂതൻ, ദൈവത്തിന്റെ ദൂതനാണെന്നൊന്നും മനസ്സിലുള്ള ചിന്തയൊന്നും വന്നില്ല. എന്നാൽ ഞാൻ പ്രഗ്നന്റ് ആയി 1.5 മാസമായപ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. എന്നെ ഓപ്പറേഷന് വേണ്ടി തയ്യാറാക്കി. പക്ഷെങ്കിൽ ഞാൻ വയറെ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ ഓപ്പറേഷൻ ചെയ്യരുതേ, സ്നാനപ്പെട്ടിട്ടേ ഓപ്പറേഷൻ ചെയ്യാവോ. ഞാൻ ഈ ബെഡിൽ 6 മാസം കിടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം, റോമർക്ക് ലേഖനം 6-ാം അധ്യായം എല്ലാം വായിക്കാൻ പറഞ്ഞു. എബ്രായത്തെ ലേഖനം വായിപ്പിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി സ്നാനപ്പെടണം, വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കണമെന്ന്. പക്ഷെ എന്റെ ഹസ്ബൻഡ് പള്ളിയുടെ അച്ഛൻ്റെ കൂടെ ധൂപക്കുറ്റി വിശുന്നാളായി, അതൊന്നും പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ ഈ അവരെ കുറിച്ചാടക്കാരെ വരുമ്പോൾ പറയും, അവരെ ഒന്ന് പറ, സ്നാനം സത്യമാണെന്ന് പറയാനൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തിന് ഒരു അച്ഛനൊരു ബൈബിൾ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഹോക്കി കളിക്കാരൻ്റെ അടുത്ത് പന്തിരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ആ പന്തുള്ളിടത്തോളം കാലം പുറകെ ആൾക്കാർ ഓടിക്കും. അതുപോലെയാണ് വിശ്വാസം. ദുഷ്ടൻ നമ്മളെ ഓടിക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അത് കളഞ്ഞിട്ട് പോകാം എന്ന് പറയാനിടയെ തുടർന്നു. അത് കേട്ടപ്പോൾ മുതൽ അദ്ദേഹം ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചപ്പോൾ പറഞ്ഞു, സ്നാനം സത്യമാണ്, നമുക്ക് സ്നാനപ്പെടണമെന്ന്. അങ്ങനെ 1990 സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. സ്നാനപ്പെട്ടപ്പോൾ ഭയങ്കര എതിരുകളായിരുന്നു. ഞങ്ങളുടെ ഫാദറെ, മദറെ, ഞങ്ങളുടെ ഉപ്പാപ്പന്മാരെ, മക്കളെ, അവരെല്ലാം ഭയങ്കര എതിരായി. ഇവിടെ പ്രാർത്ഥിക്കാൻ എന്നിട്ട് ചെരുപ്പെല്ലാം എടുത്ത് പാടത്തെറിയും, എന്നെ പുഴുത്ത തെറി വിളിക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. ഞങ്ങളെ പുറത്തോട്ടിറങ്ങുമ്പോൾ കളിയാക്കും, ചീത്ത വിളിക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി. എന്നാൽ കർത്താവ് ഒരു സ്നേഹിതനെ പോലെ കൂടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 കുഞ്ഞുങ്ങളില് ഒരാൾക്ക് മെനിഞ്ചൈറ്റിസ് വന്നു. അപ്പൊ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ലാസർ മരിച്ചു, നാറ്റം വെച്ചു, യേശു അവിടെ കടന്നു വന്നില്ല, നിന്നെ ഒരു കഷ്ടത്തിലൂടെ കടത്തിവിട്ട് എന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്താണ് കഷ്ടത എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മോന് മെനിഞ്ചൈറ്റിസ് വന്നു, ഛർദിലും പനിയും. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് വേഗം മെഡിക്കൽ കോളേജിലോട്ട് അടിച്ചിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു, ICUലോട്ട് കയറ്റി. 4 ഡോക്ടേഴ്സ് വന്നു, ഇന്റർകോമിൽ വിളിച്ച്. അവര് എക്സ്റേ, ECG, ഓൾ ബോഡി സ്കാനിങ്, പിന്നെ ബ്ലഡ് ടെസ്റ്റുകളെ എല്ലാം എഴുതി, എല്ലാം ചെയ്തു. ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബെഡെ കൊണ്ട് കിടത്തി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ കുഞ്ഞിന്റെ ഡെഡ് ബോഡി ആയിട്ട് നിലമ്പൂര് പോകത്തില്ല, കർത്താവ് എനിക്ക് കുഞ്ഞിന് വിടുതൽ തരണമെന്ന് പ്രാർത്ഥിച്ചു. 9ാമത്തെ ദിവസം കിഡ്നി ഫെയിലായി. ഡോക്ടർമാര് പറഞ്ഞു യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. എല്ലാ ടെസ്റ്റുകളും ഏറ്റവും ലാസ്റ്റ് പിന്നെ ഡയാലിസിന് വേണ്ടി കയറ്റി. ആ ഡോക്ടർ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാമെന്ന്. കാരണം എന്തുകൊണ്ട് മാറ്റി വെച്ചെന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാൻ ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ചെയ്ത് മരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ബാഡി കൊണ്ട് കിടത്തി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എഴുന്നേക്കാൻ ജീവനൊന്നുമില്ല. ഓൾ ബോഡി കംപ്ലീറ്റ് നീര് പിടിച്ച്, തുള്ളി മൂത്രം പോലും പോകാതെ, സംസാരിക്കുക ഒന്നും ചെയ്യാതെ, മിണ്ടാതെ ഇങ്ങനെ കിടക്കുക. ചെറിയ അബോധാവസ്ഥ പോലെയാ. അപ്പോ വയറെല്ലാം വീർത്തിട്ടുണ്ട് നീര് വെച്ച്. അപ്പോ ഞാൻ അവനെ പതുക്കെ പിടിച്ചു കിടത്തി. കാരണം 10ാമത്തെ കാൻഡിലേക്ക് കുത്തുന്നത്. അപ്പൊ അത് ബ്ലോക്ക് ആവുമല്ലോ എന്ന് എഴുതി പിടിച്ചു കിടത്തി. അപ്പൊ പപ്പ വന്നപ്പോ പപ്പയോട് പറഞ്ഞു, ഞാൻ യേശപ്പച്ചനെ കണ്ടു, എന്നോട് ചാടി എഴുന്നേക്കാൻ പറഞ്ഞു. നീ എന്ത് ചെയ്തു? ഞാൻ ചാടി എഴുന്നേറ്റു, മമ്മി അനങ്ങാ കിടക്കുമോനെ പറഞ്ഞ് പിടിച്ചു കിടത്തി എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് അവന് കുറയാൻ തുടങ്ങി. 12ാം ദിവസം വാർഡിലേക്ക് മാറ്റി. കർത്താവിനോട് നിന്നെ എന്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സംസാരിപ്പാൻ ഇടയായി തീർന്നു. അത് 10 വയസ്സേ ഉള്ളൂ. അപ്പൊ അവൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. ഞങ്ങൾ അവനോട് പറഞ്ഞു, മോനെ കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 2ാം ദിവസം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ വേഴാമ്പലിനെ പോലെ കരയുക, നിനക്ക് 24ാം ദിവസം ഞാൻ മറുപടി തരും. വേഴാമ്പൽ എന്തിനാ കരയുന്ന അറിയാമോ? ആത്മമഴയ്ക്ക് വേണ്ടിയാ കരയുന്നത്. നമ്മൾ കരഞ്ഞെങ്കിൽ മാത്രമേ ആത്മമഴ പെയ്യത്തുള്ളൂ. നമ്മൾ നോർമലായിട്ട് കരയുന്നില്ല എങ്കിൽ കർത്താവ് നമ്മളെ കരയിപ്പിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളോടും ആലോചന അറിയിക്കുന്നു. അങ്ങനെ അവിടുന്ന് 5 പ്രാവശ്യം ബ്ലഡ് കൊടുത്തു, 5 പ്രാവശ്യം നട്ടലൂത്തി ഫ്ലൂയിഡ് എടുത്തു, ഓൾ ബോഡി സ്കാനിങ്, എക്സ്റേ, ECG എല്ലാം ചെയ്തു. 24ാം ദിവസം സുഖമായി ഞങ്ങൾ വീട്ടിൽ വന്നു. മോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇത് ഏപ്രിൽ മാസത്തിലാണ്. ജൂലൈ മാസം 12 ആയപ്പോൾ മോൾക്ക് വൈറൽ ഫീവർ വന്നപ്പോ ഡോക്ടർ അടുത്ത് കൊണ്ടുവന്നപ്പോ മോനെ വിട്ടു. മോനും പോയി. മോനെ കണ്ടപ്പോ ഡോക്ടർ മോനെയല്ലേ ഞാൻ മെഡിക്കൽ കോളേജിൽ വിട്ടത്, നോക്കട്ടെ മോനെ എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് കോമ സ്റ്റേജിലായിരുന്നു വിട്ടത്. നോക്കട്ടെ മോനെ പറഞ്ഞ് വെറുതെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ എൻലാർജ് ആയിരിക്കുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോ ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവ്. അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 40ാമത്തെ ദിവസം 5 പ്രൊഫസേഴ്സ് കൂടി പറഞ്ഞു, ഹി ഈസ് നോ മോർ, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് മരിക്കാനായി മോനെ കിടത്തിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൈകോർത്ത് പിടിച്ച് വാവിട്ട് കരഞ്ഞു. ദൈവമക്കളെ, കൈകോർത്ത് പിടിച്ച് കരയുന്നത് വലിയൊരു അനുഗ്രഹവും വിടുതലുമാണ്. ഏത് വിഷയത്തിനായാലും ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ആകാശവും ഭൂമിയും മാറും, എന്റെ വചനവും വാക്കത്വം ഒരു നാളും മാറുകയില്ല. ഞങ്ങൾ പറഞ്ഞു, കർത്താവെ ഇന്ന് 5 പ്രൊഫസേഴ്സ് ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്ന അപ്പച്ച എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങള് പിറ്റേ ദിവസം
മോൻ അങ്ങനെ തന്നെയുണ്ട്. 10ാമത്തെ ദിവസം ഫുൾ നെഗറ്റീവായി. പക്ഷെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ മുതൽ ഓർമ്മശക്തി കുറവായിരുന്നു. 10ലെത്തിയപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾ ഇവനെ ഇവിടെ പഠിക്കാൻ സമ്മതിക്കത്തില്ല, കൊണ്ടുപോകണം. കാരണം ഇംഗ്ലീഷിന് അല്ല മലയാളത്തിന് 17 മാർക്കും ഹിന്ദിക്ക് 24 മാർക്കും. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടി ഇതുപോലെ പ്രാർത്ഥിച്ചു. കർത്താവെ, രണ്ടുപേരും ഒന്നിച്ച് പഠിച്ച് ഇത്രയും 10ാം ക്ലാസ് വരെ എത്തി, അവർക്ക് 100% വിജയം വേണം, അതുകൊണ്ട് കൊണ്ടേക്കോളാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു കർത്താവെ 60% മാർക്കെങ്കിലും തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവന് വീണ്ടും എക്സാം എഴുതാൻ സമ്മതിച്ചു. 74% മാർക്കോടുകൂടെ അവൻ പാസ്സാകുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് വലിയവനാ, ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്നവനാ, അഭിഷേകം തന്ന് നമ്മളെ നടത്തുന്നവനാ. അതിനുശേഷം ഞങ്ങളെ ദൈവാത്മാവ് കാണിക്കും. ബ്രോക്കൺ ഫാമിലി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുടുംബങ്ങളെ, അല്ലെങ്കിൽ ബ്രോക്കൺ ആവാൻ പോകുന്ന സഭകളെ, അങ്ങനെയൊക്കെ വ്യക്തിപരമായുള്ള വിഷയങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് അവിടേക്ക് പോകാൻ പറയും. എവിടെയായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ കടന്നുപോയി പ്രാർത്ഥിക്കും. അത് അവർക്ക് വിടുതലായിരിക്കുകയും ചെയ്യും. അങ്ങനെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. എന്നാൽ കഴിഞ്ഞ കോവിഡ് കാലത്തെ രാജാന് ഹെയർനിയയുടെ അസുഖം ഉണ്ടായിരുന്നു. 6 വർഷം വിശ്വാസത്താൽ കൊണ്ടു നടന്നു. പക്ഷെങ്കിൽ മക്കൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുവാ വെച്ചോണ്ടിരിക്കേണ്ടെന്ന്. അങ്ങനെ ഓപ്പറേഷൻ തീരുമാനിച്ചു. ഓപ്പറേഷൻ ചെയ്യുവാനായി പോയി. അവിടുന്ന് അനസ്തീഷ്യ കൊടുത്തു, ഓപ്പറേഷൻ ചെയ്തു. കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടല്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു അനസ്തീഷ്യയുടെ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ അറിയിച്ചിരുന്നു, ഈ ദേശത്ത് നിന്ന് നിങ്ങളെ ഓടിക്കുവാനായി, ഭ്രാന്തനാക്കുവാൻ, പിന്നെ മാനസിക രോഗം ഉണ്ടാക്കുവാനൊക്കെ ശക്തമായ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടേണ്ട, കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരും, എന്നാൽ അതിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ 4 ദിവസം വീട്ടിലേക്ക് വിട്ടു. എന്നാൽ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഫുഡ് കഴിക്കുന്നില്ല, മെഡിസിൻ കഴിക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഇളയ നാത്തൂൻ ഹോസ്പിറ്റലിൽ നേഴ്സാണ്, അവളെ വിളിച്ചു. അവളെ വിളിച്ചിട്ട് അവിടെ മഞ്ചേരി കൊരമ്പാന്ന് പറയും, അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കി. അന്നേരം 5 ദിവസം അവിടെ കിടന്നു. ഇദ്ദേഹം ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ തന്നെയായി. ബാത്റൂമിൽ കൊണ്ടുപോയ ജനലെ പിടിച്ച് അവിടെ നിൽക്കും, വരത്തില്ല. പിന്നെ കട്ടിലെ കയറി നിന്ന് ജനലെ പിടിക്കും, അങ്ങനെയൊക്കെ സംസാരിക്കുന്നൊക്കെ തിരിച്ചു മറിച്ചു. കാണുന്നവരെല്ലാം പറഞ്ഞു ഇനി ഇങ്ങനെ പഴയ ആളെ തിരിച്ചു കിട്ടുമെന്ന് തോന്നില്ല എന്ന് വിധി എഴുതി. എന്നാല് 5ാം ദിവസം ആയപ്പോൾ അവര് ഈ സഡേഷൻ കൊടുത്തു. അദ്ദേഹം ഉറങ്ങുകയാണ്, യാതൊരു അനക്കവും ഇല്ല, ശ്വാസം മാത്രമുണ്ട്. അങ്ങനെ അപ്പൊ മക്കള് പറഞ്ഞു, മക്കള് ഒരാള് ദുബായിലും ഒരാള് കാനഡയിലും, ആർക്കും കോവിഡ് ആയതുകൊണ്ട് വരാൻ പറ്റത്തില്ല. പറഞ്ഞു മമ്മി വേഗം മിംസിലോട്ട് വിട്ടോ, മിംസ് കോഴിക്കോട് അവിടോട്ട് വിട്ടോ, വണ്ടി അടിച്ചു വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിലെ മരിച്ച ഡെഡ് ബോഡി കൊണ്ടുവന്ന പോലെ മിംസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന്. കോവിഡ് ടെസ്റ്റ് ചെയ്തു, കയറ്റി. അദ്ദേഹം ഡോക്ടറിനോട് പറഞ്ഞു സ്റ്റിഫ് ആയിട്ടുണ്ട് നെഞ്ച്, അതുകൊണ്ട് പിന്നെ ഇത് കൊടുക്കണം, ഓക്സിജൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിലിട്ടു. അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 9ാമത്തെ ദിവസം വരെ വെന്റിലേറ്ററിൽ കിടന്നു. 9ാമത്തെ ദിവസം അപ്പൊ ഓരോ ദിവസം 60,000 രൂപ ബില്ല് വരും. 60,000 രൂപ ആകെ കരുതിപ്പോയത്. നേരം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, ആരോട് ചോദിക്കുമെന്ന് അറിയില്ല. നേരെ കോട്ടയത്ത് നിന്ന് ദേവദാസനോട് പറഞ്ഞു, ആന്റി ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, അങ്കിള് ചിരിച്ചോണ്ട് എഴുന്നേറ്റ് വരും, ആന്റിയുടെ പൈസ എല്ലാം സ്വർഗത്തിലെ അപ്പം കരുതിയിട്ടുണ്ടെന്ന് പറയാനിടയായി തീർന്നു. ഞാൻ അത് വിശ്വസിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് തന്നു. അങ്ങനെ ബില്ലടയ്ക്കാന്നൊക്കെ കർത്താവ് സഹായിച്ചു. 9ാമത്തെ ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു കൊണ്ടുപോയിക്കൊള്ളൂ, എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എല്ലാ ടെസ്റ്റും ചെയ്തു, ഒന്നിലും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഫർദർ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ വെല്ലൂർക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷെ വെല്ലൂരുകാർ പറഞ്ഞു ഞങ്ങൾ കോവിഡ് ആയതുകൊണ്ട് എടുക്കത്തില്ല എന്ന്. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ രോഗിയായി കിടക്കുന്നെങ്കിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കുന്നു. ഞാൻ മക്കളെ എല്ലാം നെറ്റിൽ വിളിച്ചു, എല്ലാവരും കൂടെ അന്യോന്യം പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം കണ്ണു തുറന്നു. ഡോക്ടർമാർ ഓടി വന്ന് നോക്കുമ്പോൾ ഒരു പ്രൈസ് ലോർഡ്. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു.
അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. കേൾക്കുന്നില്ലേ? കണ്ടിന്യൂ 5 മിനിറ്റ്. കേൾക്കുന്നില്ല? കേൾക്കുന്നു. 5 മിനിറ്റ് കൂടെ എടുത്തോ. ബാക്കി ടെസ്റ്റ് അങ്ങനെ മണികൾ ഡിസ്ചാർജ് ചെയ്ത് കണ്ടിന്യൂ വീട്ടിൽ ആയിട്ട് വന്നു, നമുക്ക് പറയാം സുഖത്തോടെ കേട്ടോ. ഇരിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ, നമ്മളെ ശക്തനായി നടത്തുന്ന കർത്താവാ. ഏത് വിഷയം പ്രാർത്ഥിച്ചാലും സ്വർഗത്തിലെ അപ്പം നമുക്ക് മറുപടി തരും, അതിന് യാതൊരു സംശയമില്ല. ഈ വചനങ്ങളാൽ കർത്താവ് ഇന്ന് രാത്രി കാലം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് ഈ ടെസ്റ്റ് മണിയുടെ ബാക്കി നാളെ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കേൾക്കാം. സിസ്റ്റർക്ക് ഒത്തിരി സാക്ഷ്യം പറയാനുണ്ട്. നെറ്റിന്റെ ഇഷ്യൂ ആണ്, അതുപോലെ തന്നെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. മുനിമ കണ്ടിന്യൂ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്ര നേരവും നമ്മളെ ടെസ്റ്റിമനിയൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വിശ്വാസം കൂടുതലായി വരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു. ആമേൻ. താങ്ക് യു സിസ്റ്റർ. പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അടുത്തതായി നമ്മുടെ ഗ്രൂപ്പിനെ എല്ലാം വഹിച്ചുകൊണ്ട് ബ്രദർ സജി പാസ്റ്റർ പ്രാർത്ഥിച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ ഹല്ലേലൂയ. വീണ്ടും കർത്താവേ ഹല്ലേലൂയ. നല്ലൊരു ദിവസം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി കർത്താവെ. ദൈവമേ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് പ്രഭാതം കണ്ട അനേക കർത്താവെ ഹല്ലേലൂയ ഈ സമയം കാണാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ഒരവസരം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ കർത്താവെ ഹല്ലേലൂയ പ്രത്യാശയോടെ ഇരിപ്പാനൊക്കെ തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നപ്പ കർത്താവെ സ്തുതിക്കുന്ന മഹത്വമെല്ലാം അങ്ങേക്ക് കർത്താവെ. സ്തോത്രം കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. ഈ സഭയിൽ നിന്നുകൊണ്ട് കർത്താവെ കഴിയുന്ന പ്രാർത്ഥിപ്പാനുള്ള അവസരം കിട്ടിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഈ സഭയെ കർത്താവെ ഹല്ലേലൂയ ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിന്റെ നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സാക്ഷ്യം പറഞ്ഞ കർത്താവെ ഹല്ലേലൂയ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ കൂട്ടായ്മ അനേകർക്ക് വിടുതലും ആശ്വാസവും ലഭിക്കുവാൻ ക്രിയാകുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് കർത്താവെ ഹല്ലേലൂയ ഈ സഭയിൽ കർത്താവെ ഹല്ലേലൂയ എല്ലാവരോടും കൂടെ ഇരിക്കണമേ കർത്താവെ ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവേ നന്ദി കർത്താവെ. ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങൾക്ക് വന്ന കർത്താവെ ദൈവിക ജ്ഞാനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അനേകര് കർത്താവെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ മനുഷ്യന്റെ കൈപ്പണിയായുള്ള കർത്താവെ ഹല്ലേലൂയ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിപ്പാൻ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാ കർത്താവെ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ ഹല്ലേലൂയ നന്ദിയപ്പ കർത്താവെ. ഈ കൂട്ടായ്മ കർത്താവെ ഹല്ലേലൂയ അനേകർക്ക് വിടുതൽ കൊടുത്തതിനായി നന്ദി കർത്താവെ. അവരുടെ ഭാരങ്ങള് പ്രയാസങ്ങള് കർത്താവെ ഇതെല്ലാം കർത്താവ് മാറ്റിക്കൊടുത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഇത് അനേകർക്ക് പ്രയോജനകരമായിട്ട് കർത്താവെ. അനേക കർത്താവെ ഹല്ലേലൂയ കുടുംബങ്ങൾക്ക് കർത്താവ് വിടുതലാക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളായിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ആ ദേശങ്ങളെ അനുഗ്രഹിക്കണം. ആ ദേശങ്ങളിൽ അനേക യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കാനും കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ വരവിൽ എടുക്കപ്പെടുവാനും എല്ലാം കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഇടപെടുന്നതിനായിട്ട് നന്ദി കർത്താവെ. ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ഹല്ലേലൂയ കൂട്ടായ്മ ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഓരോരുത്തരും അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ദൈവമേ നന്ദി. ഒരിക്കൽ കൂടെ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മീറ്റിംഗിന്റെ ആദ്യം തൊട്ട് കർത്താവെ അവസാനം വരെയും ദൈവസാന്നിധ്യത്താൽ നിറയ്ക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണേ അപ്പ ഹല്ലേലൂയ. അവിടുത്തെ വചനം കർത്താവെ ഞങ്ങളോട് കർത്താവെ ഹല്ലേലൂയ സംസാരിക്കണം കർത്താവെ. ആ ദൂതുകൾക്കായിട്ട് കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ പ്രത്യാശയോടെ ഇരിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകലതും ഞങ്ങളുടെ അരുമരക്ഷകനായ യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവെ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ഗ്രൂപ്പിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബ്രദറെ ദൈവം ധാരാളമായ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മളുടെ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച്
പിന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച്, കടഭാരത്തിലിരിക്കുന്നവരെ സമർപ്പിച്ച് ജെഫ്രിൻ ബ്രദർ പ്രാർത്ഥിച്ചാലും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവെ, ഞങ്ങളെ നീ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസ്ഥാനിലായിരിക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ദൈവമേ, പാടുവന്നിട്ട് ദൈവാസ്മാരെ കർത്താവ് ബലപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം കർത്താവെ. ഡിവൈസിൽ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, നിന്റെ വരവ് താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം കർത്താവെ താമസിച്ചുകൊണ്ട് കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥാനിൽ കടന്നു വരുവാൻ കർത്താവെ ഞങ്ങൾ ഇടയാക്കിയതിനാൽ സ്തോത്രം കർത്താവെ. ഞങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുക കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മുഖത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണമേ കർത്താവെ. കർത്താവെ ദൈവമേ, നീ അത്ഭുതം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഓരോ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവെ, തുടർ പഠനത്തിലുള്ള വിഷയത്തിന്മേൽ കർത്താവ്, പണസംബന്ധമായ വിഷയത്തിന്മേൽ കർത്താവ്, ചിലർ ലോണിന്റെ സംബന്ധ വിഷയത്തിന്മേൽ കർത്താവ്, പഠിക്കാനായി ലോൺ എടുത്ത് പോയിട്ട് അടയ്ക്കാനായി ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവെ, കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ദൈവപ്രവർത്തിക്കായി ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്ന കർത്താവ്, ചെറുത് മുതൽ വലിയ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ പൊതുകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം, മാതാപിതാക്കളെ ഏൽപ്പിക്കും, സഹോദരങ്ങളെ ഏൽപ്പിക്കും കർത്താവെ. ഇന്ന് ഡിവിഎസ് കടന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ദൈവപ്രവൃത്തി ഞങ്ങൾ വെളിപ്പെടണമേ, ദൈവഹിതം ഞങ്ങൾ വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ, അവരെല്ലാം ദൈവം വിടിവിക്കണമെന്ന് അപേക്ഷിക്കും. ഞങ്ങളുടെ കടഭാരം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും, വിവാഹ സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ കർത്താവെ, കർത്താവ് ജപ്തിയുടെ ഭാരത്താൽ ഭാരപ്പെടുന്നവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് കൂടപ്പെട്ട എല്ലാവരെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നതെന്ന് അപേക്ഷിക്കും കർത്താവെ. കർത്താവ് വിവിധ ഭാരങ്ങളായിരിക്കുന്നവരെല്ലാം ദൈവം വിടിവിക്കണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമായിരിക്കാൻ, ശൂന്യതന്മേ പണിയുന്ന ദൈവമായിരിക്കാൻ, ദൈവപ്രവൃത്തി നിന്റെ മക്കളുടെ മേ കർത്താവെ നീ അയക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. കർത്താവ് ദിവസം ഞങ്ങൾ കർത്താവ് ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി ഞങ്ങൾ വെളിപ്പെടണമേ, ദൈവത്തിന്റെ കൃപ വെളിപ്പെടണമേ കർത്താവെ. ദൈവ സാന്നിധ്യം വെളിപ്പെടണമേ എന്ന് അപേക്ഷിക്കും കർത്താവ്. ഞങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കും. കൂടപ്പെട്ട എല്ലാവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൂടി വരുവാൻ ആഗ്രഹിക്കുന്നവരെ കൂടി വരുത്തണമേ എന്ന് അപേക്ഷിക്കും. വചനം സൂചിപ്പിക്കുന്ന ദൈവാസിയെ ഏൽപ്പിക്കുന്നു കർത്താവ്. ദൈവപ്രവൃത്തി കർത്താവെ ഈ കർമ്മേൽ മീറ്റിനെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും. എന്റെ നേതൃത്വം നൽകുന്ന ദൈവാസിയോത്ത് പ്രാർത്ഥിക്കും. രാജ്യത്തിന്റെ ദേശങ്ങളിൽ കർത്താവ് പരിപാലിക്കണമേ, കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് അപേക്ഷിക്കും കർത്താവ്. പ്രത്യേകം അധ്യക്ഷയായിരിക്കുന്ന സ്ഥലം ഓത്ത് പ്രാർത്ഥിക്കും. അവരെ നീ അനുഗ്രഹിക്കണം, അവരെ ആവശ്യമെല്ലാം കൂടെ ഇരിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് അപേക്ഷിക്കും. ടെസ്റ്റ് പണിയോ ഞാൻ വെച്ച് ഓത്ത് പ്രാർത്ഥിക്കുന്നു. പാടിയ കർത്താവ് ദൈവാസിമരെ ഓത്ത് പ്രാർത്ഥിക്കും കർത്താവ്. ദൈവപ്രവൃത്തി എല്ലാവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് അപേക്ഷിക്കും കർത്താവ്. കൂടപ്പെട്ട എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ആരെങ്കിലും മനം തവർന്നരായി കർത്താവ്, ആരെങ്കിലും കർത്താവ് ബുദ്ധിമുട്ടുകളായി ഭാരത്തോടെ കർത്താവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ദൈവത്തിന്റെ വചനമായി കർത്താവ് ഇവർക്കെല്ലാം സൗഖ്യം വിടുതൽ നൽകണമേ എന്ന് അപേക്ഷിക്കും കർത്താവ്. ഒരു ഭാരമില്ലാതെ ദൈവത്തിന്റെ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. ദൈവകൃപ ഞങ്ങൾ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ദൈവം വ്യാപരിപ്പിക്കട്ടെ കർത്താവ്. എല്ലാ നീർന്ന വിഷയങ്ങളും കർത്താവ് ആശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാ. മനുഷ്യ വാക്കുകൾക്ക് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവീയ വാക്കുകളും ദൈവീയ സന്ദർശനം ദൈവകൃപ ഞങ്ങളെ ആശ്വാസത്തിലൂടെ വഴി നടത്തുന്ന കൃപയായിരിക്കാൻ കൃപയോടെ നിങ്ങൾ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. എല്ലാ ജീവിതങ്ങളും കർത്താവിന് സന്നിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. സൂമിലായിരിക്കും വിവിധ സൂമിലായിരിക്കും കർത്താവ്, വിദ്യായിടങ്ങളിലായിരിക്കും കർത്താവ്. എല്ലാവരും സാന്നിധ്യബോധത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ കർത്താവ് ആയിരിക്കാൻ കർത്താവ് ഇടിയാക്കണം. ദൈവപ്രവൃത്തി എല്ലാ ജീവിതങ്ങളും വെളിപ്പെടണമെന്ന് അപേക്ഷിക്കും കർത്താവ്. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ദൈവനാമം കർത്താവ് ഇന്ന് അധ്യക്ഷയായിരിക്കും ദൈവാസിയെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവ്. ദൈവം അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും. എല്ലാവരും കുടുംബമായി വ്യക്തിയുമായി കർമ്മയിൽ മീറ്റിംഗിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടണം കർത്താവ്. യേശുവിനാ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ബ്രദറിനെ ദൈവം ധാരാളമായ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ദൈവത്തിൽ ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അടുത്തതായി നമ്മുടെ എല്ലാ പാസ്റ്റർമാരെയും, നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രസംഗിച്ചിട്ടുള്ള എല്ലാ പാസ്റ്റർമാരെയും, ഒപ്പം മാരേജ് ആയിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവരുണ്ട്, മാരേജ് പ്രായത്തില് മാരേജ് ആകാതെ നിൽക്കുന്നവരുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് ഗ്രേസി സിസ്റ്റർ പ്രാർത്ഥിച്ചാലും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സ്തോത്രന്റെ രക്തത്താലും ജയന്റെ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം 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 സ്തോത്രം. തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം. സംഭവബഹുലമായ ഒരു പകൽ
പകൽക്കാലം ജീവിതത്തിൽ കടന്നുപോയി കർത്താവെ. ലോകമെമ്പാടും എന്തെല്ലാം ആപത്തനർത്ഥങ്ങൾ സംഭവിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ അപ്പൻ കർത്താവെ, അത്ഭുതകരമായി അതിശയകരമായി അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്നു പോറ്റിയ വൻകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ കുടിവരവേറ്റു അനുഗ്രഹമായി തീരണം. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകയാൽ ഭൂമിയാകുന്ന പാദപീഠത്തിരുന്നു കൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക കർത്താവേ. ദാസമാരുടെ കണ്ണജമാന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണജമാറ്റിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് ഉയർത്തുക കർത്താവേ. അവിടുന്ന് കൃപ ചെയ്യുവോളൂ നോക്കിക്കൊണ്ടിരിപ്പാനുള്ള കൃപ തരണമേ കർത്താവേ. എന്റെ ദൈവം ഒരാപ്പക നിലവിളിക്കുന്ന എന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്ന് കർത്താവേ. നിലവിളിക്കുന്ന ഭക്തന്റെ മുൻപിൽ കർത്താവേ അവിടുന്ന് മനസ്സലിയുന്ന ദൈവമാകയാൽ സ്തോത്രം കർത്താവേ. കണ്ണുനീരോടെ ഏറിയ കർത്താവേ വേദനയിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, ഉളവത്തിന്റെ നിലവാരം അറിഞ്ഞ് ഇന്ന് രാത്രി പ്രവർത്തിക്കണമേ കർത്താവേ. ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ കർത്താവെ അഭിഷിക്തന്മാരെ അഭിഷിക്തമാരെ എല്ലാവരുടെ കുടുംബങ്ങളെ സഭയാ കുടുംബങ്ങളെ തലമുറകളെ എല്ലാം ദേശങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെ സഹായിക്കണമേ കർത്താവെ. നെഹമ്യാവിനെ പോലെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, ഉപസിച്ചു പ്രാർത്ഥിക്കുവാൻ കർത്താവെ. പിതാക്കന്മാരുടെ പാപമേറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ, വാഗ്ദാനങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവെ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും സഹായിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ ലോകമെമ്പാടുമുള്ള കർത്താവെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഇസ്രായേലിന് വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ല കർത്താവെ. അവിടുന്ന് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമേ, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു മിണ്ടാതാക്കണമേ കർത്താവെ. രാജ്യങ്ങൾ ഭരിക്കുന്നവരോട് ദൈവശക്തമായി ഇടപെടണമേ കർത്താവെ. രാജ്യം നശിച്ചു പോകുവാനോ ജനങ്ങൾക്ക് കർത്താവേ പാർപ്പിടം നഷ്ടപ്പെടുവാനോ ഒന്നും സമ്മതിക്കല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ ഒത്തിരി നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ സമാധാനത്തെ അയക്കണമേ കർത്താവേ. ദേശങ്ങളിൽ രാജ്യങ്ങളിലൊക്കെയും ഉണർവിന്റെ കാറ്റിനെ അയക്കണമേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നശിച്ചു കിടക്കുന്ന ജനതയെ ഓർത്ത് കർത്താവെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൽ നിന്ന് കിടക്കുന്നവരെ കൈപിടിച്ചുയർത്തുവാനുള്ള കൃപയുടെ മേൽ പകരണമേ കർത്താവെ. ഈ നാളുകളിൽ കർത്താവെ യുദ്ധങ്ങളെ യുദ്ധശ്രുതികളൊക്കെ ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിച്ച് കർത്താവെ ദൈവസന്നിധിയിൽ കർത്താവേ നശിച്ചു പോകുന്ന ജനതയ്ക്ക് വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ദേശം നശിപ്പിക്കരുതേ. ഒറ്റ നീതിമാനെ ഇല്ലാതിരുന്നിട്ടും കർത്താവേ അബ്രഹാമിന്റെ പ്രാർത്ഥനയിൽ കർത്താവേ ലോത്തിനെ അവന്റെ കുടുംബത്തെ പിടിപ്പാൻ മനസ്സലിഞ്ഞതുപോലെ ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. ആരും നശിച്ചു പോകാതെ വണ്ണം കർത്താവേ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവേ എന്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നതാ കർത്താവേ. ഇന്ന് രാത്രി കാലം ആ സ്നേഹം ഒന്ന് രുചിച്ചറിയുവാൻ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ കർത്താവേ. സ്തോത്രം. ഇന്ന് രാത്രി കാലം മക്കളില്ലാതെ അനേകായിരങ്ങൾ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. റാഹേൽ മക്കളില്ലായകയാൽ ആശ്വാസം കൊള്ളാൻ തയ്യാറല്ലായിരുന്നു ഞങ്ങളുടെ വചനം ഓർപ്പിക്കുമ്പോൾ കർത്താവേ. ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ കർത്താവേ എല്ലാം പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമാറാകണം. ഞങ്ങളുടെ യുവാക്കന്മാർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട തുണകളെ ഇനിയും താമസിപ്പിക്കല്ലേ കർത്താവേ. ഒത്തിരി കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവരെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവേ ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ വിശിഷ്ടമേറിയതും സൗഗ്രവ്യമേറിയതും കർത്താവെ ശ്രേഷ്ഠമേറിയതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സാമുവേൽ ബാലിനെ പോലുള്ള തലമുറകളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കർത്താവെ. എല്ലാ കുടുംബങ്ങളും കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളായി ഞാനും എന്റെ കുടുംബം ഞങ്ങളെ കോവെ സേവിക്കുമെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ കുടുംബങ്ങളും അവിടുന്ന് അയക്കണമേ കർത്താവെ. ഇടിഞ്ഞു കിടക്കുന്ന യാതൊക്കെ
യാഗപീഠങ്ങളെ പണിയുവാൻ യുക്തിട്ട പ്രകാരം യാഗവസ്തു യാഗത്തിന്മേൽ വെക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി കർത്താവേ. അപ്പച്ചാ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും ദഹിപ്പിച്ച് കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മേൽ പകരണമേ. കർമ്മേലിൽ ഇറങ്ങിയ തീ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പ ഞങ്ങൾ ഓടി അധ്വാനിച്ചു വൃഥാ എന്ന് പറയുവാൻ ഇടയാക്കല്ല കർത്താവേ. തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും ഓടിക്കൂടിയ ജനത്തിന്റെ ഇടയിൽ കർത്താവേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളാൽ അങ്ങയുടെ നാമ മഹിമയോടെ ഉയർത്തപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട്, സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വഴികൾ തുറക്കാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ലോൺ അടയ്ക്കാൻ കഴിയാതെ ഒരു ലോണിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. എന്റെ കർത്താവേ, +2 കഴിഞ്ഞ് ഒത്തിരി കുഞ്ഞുങ്ങൾ നിപ്പുണ്ടപ്പ. ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പച്ച. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എന്റെ ദൈവം മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടുന്ന് നൽകണമേ കർത്താവേ. ദൈവഹിതമല്ലാത്ത ഒരു കോഴ്സും ഒരു രാജ്യത്തും പോകുവാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കല്ലേ. നിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ഒന്നാമന്മാരായി തീരട്ടപ്പച്ച. ഇന്ന് രാത്രി കയറി എല്ലാ കുടുംബങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ കർത്താവെ, രഹസ്യമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ്, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ സ്തോത്രത്തോടപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ച യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തന്നു മാനിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി കാലം വചനവുമായി നിൽക്കുന്ന പ്രിയ അഭിഷേക്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കുകൾക്കിടയിലും കർത്താവെ, ഞങ്ങളുടെ കർമ്മേലി കയറിയത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. സ്വർഗത്തിലെ നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഏതാത്മാവിൽ എഴുതി അതേ ആത്മാവിൽ സംസാരിപ്പാ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥി. ആരും ജഡത്തിൽ പ്രശംസിപ്പാൻ ഇടയാക്കല്ലേ കർത്താവേ. അപ്പാ, പറയുന്ന വായും കേൾക്കുന്ന ചെവി ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കട്ടെ. മകളെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ദേശത്തായിരിക്കുന്ന പട്ടണത്തിൽ കർത്തായിരിക്കുന്ന സഭകളിലൊക്കെ വൻ കാര്യങ്ങളെ സ്വർഗം ചെയ്യണമേ. ഇന്ന് രാത്രി ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സാഹചര്യങ്ങൾ എല്ലാവർക്കും അനുകൂലമാക്കി കൊടുക്കണം. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലം അപ്പച്ച ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവവചനം സംസാരിച്ച പ്രിയ അഭിഷിക്തന്മാരെ അഭിഷിക്തമാരെ എല്ലാം ഇനി നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ കയറുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവ്. എന്റെ ജീവിതത്തിന്റെ കുറവിന്നത്തെ രാത്രിയുടെ അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ കർത്താവെ. വചനം ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ്. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയമാകുന്ന വാതിലുകളെ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇത്ര നേരവും പ്രാർത്ഥിച്ച സിസ്റ്ററെ ദൈവം ധാരാളമായ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടുതലായും ദൈവത്തിൽ ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഭജന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. പ്രിയ സിസ്റ്ററെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. സൗമ്യ മാക്സ് കായംകുളം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഈ രാത്രി നിങ്ങളോട് ഒരുമിച്ച് ഈ കർമ്മൽ പ്രയർ ഗ്രൂപ്പിലോട് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് തന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ മിനിസ്ട്രിക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക്ത ദേവദാസിമാർ ദേവദാസന്മാർ, ഇന്ന് രാത്രി എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്ത അഭിഷേക്ത ദാസി, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ സീന ചേച്ചി, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ ഞാൻ ഒത്തിരി സ്തുതിക്കുകയാണ്. നിങ്ങളോട് ഒരുമിച്ച് ഈ രാത്രിയിലും കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി ദൈവം നിൽക്കുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, വിവിധ ടൈം സോണുകളിലൊക്കെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുന്ന, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശക്തമായ നിലയിലെ മിനിസ്ട്രി എല്ലാ ദിവസവും ഈ മീറ്റിംഗ് ഇതിനകത്ത് കടന്നു പോകുന്നല്ലോ. ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണെന്ന് പലപ്പോഴും പലരും മറന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കൂടിവരവുകളൊക്കെ ഒരുമിച്ച് കൂടി 35 ഡിവൈസിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഈ മിനിസ്ട്രിയെ കർത്താവ്
കർത്താവ് വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്ട്രിയാണെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവാനിടയായി. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ഒത്തിരി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നല്ലോ. കർത്താവ് ധാരാളമായി പ്രതിഫലം നൽകട്ടെ. വേഗത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടികൾ ഉണ്ടാകട്ടെ. ഇതിൽ തന്നെ ഇതിനകത്ത് അത്ഭുത സാക്ഷ്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് വചനത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് പകർന്ന് ഈ രാത്രി കർത്താവിനോടൊന്ന് സംസാരിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷ പറയുവാൻ കൃപ ലഭിച്ച എല്ലാ ദൈവജനങ്ങളും അന്യഭാഷയിൽ അതരങ്ങളെ തുറന്ന് മിനിറ്റുകൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദയവായി ആരും കാഴ്ചക്കാരായിരിക്കരുത്. ഇന്ന് രാത്രി കർത്താവ് അസാധാരണമായ നിലയിൽ ഇതിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ ചെയ്യേണ്ടതിന് വിടുതലുകൾ നമ്മൾക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വിടുതലുകൾ വേണം. നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതൽ വേണം. നമ്മുടെ തലമുറകളുടെ മേൽ വിടുതൽ വേണം. നമ്മൾ ഏത് വിഷയത്തിന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിന് മറുപടി വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ദൈവമക്കളെ, നമ്മൾ മറ്റൊരിടത്ത് ചെന്നാലും നമ്മൾക്ക് വിടുതൽ ലഭിക്കത്തില്ല. നമ്മൾക്ക് വിടുതൽ ലഭിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയാണ്. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത്. ആവലോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ വലിയ നിയോഗങ്ങളെ കർത്താവ് തുറക്കേണ്ടതിന് എല്ലാവരും മിനിറ്റുകൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ശതറമന വൈഡാ ലഗക്ഷ പ്രബല ഘടകസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കാൻ തുടങ്ങട്ടെ. ജനങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഈ ജനത്തിൻ്റെ മേൽ കർത്താവെ ഹാലേലൂയ, ജനത്തിൻ്റെ ചിന്താമണ്ഡലങ്ങളുടെ മേൽ വചനത്തിൻ്റെ ആഴങ്ങളെ തുറക്കുവാൻ കഴിയാതെ മൈൻഡുകളെ ഡൈവേർട്ട് ചെയ്യുന്ന എല്ലാ സ്പിരിറ്റുകളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരണം. അസാധാരണമായ ഒരു ദൈവിക വിടുതലുകൾ സംഭവിക്കണം. ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ വിടുതലുകൾ വേഗത്തിൽ തുറക്കേണ്ടതിനായിട്ട് ശക്തമായി പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവേ, വചനത്തിന്റെ ആഴങ്ങൾ തുറക്കണം. ജനത്തിന് അനുഗ്രഹമാക്കി തീർക്കും. മഹത്വം അങ്ങെടുക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഏകദേശം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏകദേശം ഉറങ്ങാനൊക്കെ കിടക്കുന്ന ടൈമൊക്കെ ആയി വരികയാണ്. ആരും തന്നെ ഈ മീറ്റിംഗ് സ്ഥിരമായി ഈ ടൈമിൽ നടക്കുന്നത് കൊണ്ട് ആരും ഉറങ്ങത്തില്ലെന്ന് എനിക്കറിയാം. ഒരുമിച്ച് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് സാഹചര്യങ്ങളൊക്കെ ഉള്ളവർ, നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കി ആയവർ നിങ്ങളുടെ ക്യാമറകൾ നിങ്ങൾ ഓൺ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുഖാമുഖം കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, നിങ്ങളുടെ മുഖങ്ങൾ കണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പെട്ടെന്ന് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കാനിടയായി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അതിന് മറുപടി ഉണ്ടാകും. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഹല്ലേലൂയ സെഖര്യാവെന്ന ദൈവമനുഷ്യൻ. വചനം നമ്മൾ പഠിക്കുമ്പോൾ വാർദ്ധക്യമായിരുന്ന സെഖര്യാവിൻ്റെ അടുക്കൽ ദൂതൻ ചെന്നിട്ട് പറയുകയാണ്, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആമേൻ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ആ വാർദ്ധക്യത്തിലും ആ ബലഹീന സാഹചര്യത്തിലും അത് നടക്കത്തില്ല എന്ന് ശരീരം പറയുന്ന സാഹചര്യത്തിനകത്തും സെഖര്യാവ് ഈ പ്രാർത്ഥന ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ രഹസ്യമായോ അല്ലെങ്കിൽ പരസ്യമായോ അല്ലെങ്കിൽ ഭാര്യയും എലിസബത്തുമായി ചേർന്നിരുന്നാണോ, എനിവേ എങ്ങനെയാണെങ്കിലും ഇവർ രണ്ടുപേരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടാകണം. അതുകൊണ്ടാണ് ദൂതൻ ഇറങ്ങി പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഫസ്റ്റ് സെഖര്യാവിനോട് പറയുന്ന പദം അതാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു മകനെ തരും, അങ്ങനെയല്ല പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ഇത് പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമുക്ക് സാഹചര്യം അനുകൂലമല്ലെങ്കിലും സാധ്യതയില്ലെങ്കിലും വിടുതൽ ലഭിക്കത്തക്ക വണ്ണമുള്ള വഴികളൊന്നും നമ്മുടെ
കൺമുൻപിൽ കാണുന്നില്ലെങ്കിലും ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ആഴത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആഴത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരമിറങ്ങും. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? സെഖരിയാവിനോട് ചോദിച്ചാൽ സെഖരിയാവ് പറയും, ഹല്ലേലൂയ, മടുക്കേണ്ട സാഹചര്യങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ മടുത്തുപോയ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ പലരും പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങനെയൊന്നും നടക്കത്തില്ല. സെഖരിയാവേ, ഈ വാർദ്ധക്യത്തിൽ ഇനി എങ്ങനെ നടക്കാനാ? മാനുഷികമായ നെഗറ്റീവുകൾ, പൈശാചിക മണ്ഡലങ്ങൾ ഹല്ലേലൂയ കൊണ്ടുവരുന്ന പോരാട്ടങ്ങൾ, ശരീരത്തിന്റെ ബലഹീനത, ഇതിന്റെ എല്ലാ നടുവിലും സെഖരിയാവ് ഈ വിഷയത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ലേ ഹല്ലേലൂയ ദൂതൻ പറഞ്ഞതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. സെഖരിയാവിനോട് പറയുക, സെഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ഇന്ന് ഈ ഗ്രൂപ്പിനകത്തിരിക്കുന്ന ആരോടോ പരിശുദ്ധ ആത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുകയാണ്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരമാകുകയാണ്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വരികയാണ്. നാളിതുവരെ സാഹചര്യങ്ങൾ നോക്കാതെ, സാധ്യതകൾ നോക്കാതെ, മുന്നോട്ടുള്ള വഴികൾ കാണാതെ, മടുത്തു പോകാതെ ദൈവസന്നിധി നിലവിളിച്ചില്ലേ? ദൈവസന്നിധിയിൽ ഉപവസിച്ചില്ലേ? ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി നിലവിളിച്ചില്ലേ? ഇന്നു രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു അതിന് ഉത്തരമായി. ഹല്ലേലൂയ. ഈ കർമ്മൽ പ്രയർ ഗ്രൂപ്പിലുള്ള ഹല്ലേലൂയ സകല വ്യക്തികളോട്, ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടും പരിശുദ്ധ ആത്മാവ് കൈമാറുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി. പ്രാർത്ഥനയ്ക്കുത്തരമായി. ചില വിഷയങ്ങളിൽ ആഴത്തിൽ അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നലെ വരെ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, ഇന്നലെ വരെ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടലിരുന്ന വിഷയങ്ങൾ, ഇന്നലെ വരെ ദൈവസന്നിധിയിൽ എന്റെ സങ്കടം പകർന്ന വിഷയങ്ങൾ, അതിനു മറുപടിയായെന്ന് എന്തോ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് പ്രവചനാത്മാവിൽ ഞാൻ കൈമാറുകയാണ്. ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ. നിന്റെ വിഷയത്തിന് മറുപടി, നിന്റെ വിഷയത്തിന് മറുപടി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവജന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സാഹചര്യം നോക്കിയാൽ അത് നടക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം തന്റെ ഭാര്യ മക്ഷിയ, പ്രായം ഇത്രയുമായി ഒരു സാധ്യതയുമില്ല, സാഹചര്യമില്ല. ഒരുപക്ഷെ ഇങ്ങനെ ദൂതന് തെറ്റുപറ്റിയോ? ഹല്ലേലൂയ. പ്രവചനത്തിന് തെറ്റുപറ്റിയോ? പലപ്പോഴും ചില പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതെന്നോട് തന്നെ ആയിരുന്നോ? എനിക്കുള്ളതായിരുന്നോ? ദൈവമക്കളെ, നിങ്ങൾക്കുള്ള പ്രവചന ശബ്ദങ്ങൾ വേറെ ആരും കേൾക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല, വേറെ ആരോടും പറയത്തില്ല. നിന്നോടുള്ള ദൈവശബ്ദം, നിന്നോടുള്ള അരുളപ്പാട്, നിന്നോടുള്ള പ്രോമിസ് നിനക്ക് വേണ്ടി മാത്രം തക്ക സമയത്ത് തുറക്കത്തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. സെഖരിയാവിന് അല്പം സംശയമൊക്കെ ഉണ്ടായി. എന്നാലും ദൂതന്റെ വാക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കാരണം ഓരോ രാത്രിയും ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്, ഓരോ മിനിറ്റും എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴോ അപ്പോഴെല്ലാം ഒരുപക്ഷെ സെഖരിയാവ് ഈ പ്രാർത്ഥന വാചകൾ ഉരുവിടുന്നുണ്ടാകും. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധ ആത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവസരം ലഭിക്കുന്നോ, എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ കരയാൻ അവസരം ലഭിക്കുന്നോ, ആ സമയത്തെല്ലാം നീ ഓടി വന്ന് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനയില്ലേ, ആ സമയത്തെല്ലാം നീ ഓടി
വന്ന് ദൈവത്തോട് പറയുന്ന വിഷയമില്ലേ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിനെ നോക്കി കൈമാറുകയാ. കുഞ്ഞെ, നിന്റെ വിഷയത്തിന് ഇന്ന് രാത്രി മറുപടിയുണ്ട്. ഇന്ന് രാത്രി കുഞ്ഞെ, നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. നാളുകളായി പിശാച് അടച്ചു വെച്ചിരിക്കുന്നത്, നാളുകളായി പിശാച് തുറക്കാതെ നിന്റെ കൺമുൻപിൽ വെളിപ്പെടാതെ അടച്ചു വെച്ചിരിക്കുന്നത് ഇന്നു രാത്രി തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവജനം കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടയപ്പെട്ട സകല ഡോറുകളും ഓപ്പൺ ആകട്ടെ. ചിലരുടെ മേൽ ഇന്ന് രാത്രി വചനം തുറക്കുകയാ. ആ ഭാഗം ഇന്ന് രാത്രി ശക്തമായി തുറക്കുകയാ. എന്റെ കുറിവാക്യം അതല്ല എങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയപ്പോൾ, ജോയിൻ ചെയ്തപ്പോൾ പരിശുദ്ധ ആത്മാവ് എന്റെ അകത്ത് തന്ന ഒരു വേദഭാഗം അത്. എനിക്കറിയത്തില്ല, ഈ വചനവുമായി ചിലരെ കർത്താവ് ഭയങ്കരമായി കണക്ട് ചെയ്യുന്നു. അസാധാരണമായ നിലയിൽ കണക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്നലെ വരെ ആര് നിനക്ക് മറുപടി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞോ, ഇന്നലെ വരെ ഹല്ലേലൂയ നിന്റെ മറുപടി കാണത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇന്നു രാത്രി സ്വർഗത്തിലെ ദൈവം അതിനെ തുറക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ശരീരത്തിന് ബലഹീനതയുണ്ട്, തൻ്റെ ഭാര്യ മച്ചിയ, ആ ഭാഗമൊക്കെ നമുക്ക് നന്നായി അറിയാം. നല്ല വചനം അറിയാവുന്ന ദൈവമക്കളെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിൽ കർത്താവ് പറയുകയാണേ, ഹല്ലേലൂയ, സെഖരിയാവേ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമില്ലേ, നീ ഹല്ലേലൂയ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കാമോ അപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്ന വിഷയമില്ലേ, അതിന് മറുപടി ഉണ്ട്. അതിന് മറുപടി ഉണ്ട്. അതിന് മറുപടി ഉണ്ട്. ഇന്ന് രാത്രി ആരെയോ കർത്താവ് ഉറപ്പിക്കുകയാ. ആരെയോ തമ്പുരാൻ ഇന്ന് രാത്രി ഉറപ്പിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവ്, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി മീറ്റിംഗിനകത്ത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുക. കുഞ്ഞെ, നിന്റെ വിഷയത്തിന് മറുപടി. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാളെ പ്രഭാതത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി നിന്റെ കൺമുൻപിൽ വെളിപ്പെടുമെന്ന്. ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവപ്രവൃത്തികൾ വേഗത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവ് ചിലരെ നോക്കി ആത്മാവിൽ കൈമാറുന്നു. വിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വിടുതലുകൾ വേഗത്തിൽ കാണാൻ കഴിയും. രാത്രി ചിന്തയ്ക്കായി വേഗത്തിൽ ഒരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ഇങ്ങനെ വായിക്കുന്നു: യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളോട് ഈ വചനത്തിൽ കൂടെ സംസാരിക്കുവാനുള്ളത്, ഹല്ലേലൂയ, പ്രാർത്ഥനയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് മുകളിൽ പിശാച് എത്ര വലിയ ബലവാനായാലും, നിങ്ങൾക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന പിശാച് എത്ര വലിയ ബലവാനായാലും, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഇറങ്ങി വരികയാണ്. ആരോ ഇവിടെ പ്രാർത്ഥിച്ചുള്ള ഒരു പ്രാർത്ഥനാ വാചകം ഉരുവിട്ടു: ബലവാനും ബലഹീനനും തമ്മിലൊരു കാര്യമുണ്ടായാൽ, ബലഹീനൻ അങ്ങാണ് തുണ, ബലഹീനന് കർത്താവാണ് തുണ. ദൈവമക്കളെ, നിനക്ക് ബലവാൻ, നിനക്ക് ഹല്ലേലൂയ ഒരു പ്രശ്നം വന്നാൽ, നിനക്കൊരു പ്രതികൂലം വന്നാൽ, ഹല്ലേലൂയ നിനക്കൊരു പ്രതിസന്ധി വന്നാൽ മാനുഷികമായ വഴികളല്ല തേടേണ്ടത്.
ഹല്ലേലൂയ. മാനുഷികമായ സാധ്യതകളല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്ന് നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പകർന്നാൽ ഹല്ലേലൂയ, എത്ര വലിയ ബലവാനാണെങ്കിലോ, പിശാച് എത്ര വലിയ ബലവാനാണെങ്കിലോ, അതിനകത്തു നിന്ന് നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് നിന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവ് ഇന്നു രാത്രി നിന്റെ വീടിനകത്ത് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ അത് കാണുന്ന അനുഭവിക്കുന്ന ദൈവജന കർത്താവിനെ കരപടിച്ച് സ്തുതിച്ചാട്ടെ. ഇവിടെ പറയാ യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. പിശാച് എപ്പോൾ നമ്മളെക്കാൾ ബലവാനാ, പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും നിന്റെ വാഗ്ദത്തങ്ങളെയും ഹല്ലേലൂയ ബലവാനായ പിശാചിന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം വീണ്ടെടുക്കാൻ തുടങ്ങുകയാ. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മേലെ പൊരുന്നിരിക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മേകളിൽ പൊരുന്നിരിക്കുന്ന, നിന്റെ തലമുറയുടെ വാഗ്ദത്തങ്ങൾക്ക് മുകളിൽ പൊരുന്നിരിക്കുന്ന, നിന്റെ തലമുറയുടെ ഭാവിക്ക് മുകളിൽ വരുന്ന ഹല്ലേലൂയ ബലവാനായ പൈശാചിക ശക്തികളുടെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ വീണ്ടെടുക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒത്തിരി പ്രതികൂലത്തിനകത്തുകൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. തൻ്റെ മേൽ കിടക്കുന്ന, താൻ അനുഭവിച്ച പ്രതികൂലം ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു തൻ്റെ അകത്ത് കിടന്ന വാഗ്ദത്തത്തോടുള്ളത് കൂടെയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ അനുഭവിക്കുന്ന പല പ്രതികൂലവും നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തോടുള്ള പ്രതികൂലമാണ്. നിന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങളോടുള്ള പ്രതികൂലമാണ്. നിന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷയോടുള്ള പ്രതികൂലമാണ്. ഹല്ലേലൂയ. എൻ്റെ മുന്നിരിക്കുന്ന ദൈവദാസിമാരെ, അഭിഷക്ത ദൈവദാസിമാരോട് പരിശുദ്ധ ആത്മാവിൽ ഞാൻ പ്രവചന ദൂത് കൈമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങളില്ലേ, നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളില്ലേ, അത് ഹല്ലേലൂയ നിന്നോടുള്ളത് മാത്രമല്ല, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തോടും നിന്റെ മേൽ കിടക്കുന്ന ഹല്ലേലൂയ ദൈവിക ഹല്ലേലൂയ പ്രോമിസിനോടും ഉള്ളതാ. കാരണം യാക്കോബിനെ പറ്റി നമ്മൾ പഠിച്ചാൽ തന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് 2 കുഞ്ഞുങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം നമ്മൾ വായിക്കുന്നത് 2 തലമുറകൾ ഉരുവാകുന്നു. 2 തലമുറകള് ഉരുവായി വരുമ്പോൾ അവിടെ വെച്ച് തന്നെ തൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രതികൂലം വരികയാണ്. ഈ ഉദരത്തിൽ വെച്ച് ഒരു വലിയ ദൈവശബ്ദം താൻ കേൾക്കുകയാണ്. അവിടെ പറയുന്ന 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. 25 അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം ജനസിസ് 25, 26 ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് പിടികിട്ടും. 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടുന്നു. അടുത്ത ഒരു ദൈവശബ്ദം, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഈ ഒരു വലിയ പ്രോമിസ് കേട്ടപ്പോൾ തന്നെ തന്നോടുള്ള പോരാട്ടം ഉദരത്തിനകത്തു വെച്ച് നേരിടാൻ തുടങ്ങി. ഉദരത്തിനകത്തു വെച്ച് തന്നോടൊരു വലിയ പോരാട്ടം ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. വാഗ്ദത്തം എന്നാ? മൂത്തവൻ ഇളയവനെ സേവിക്കും. ലോകത്തിൽ ഒരിക്കലും നടക്കാത്തൊരു സാധാരണഗതിയിൽ ഹല്ലേലൂയ ഇളയവൻ മൂത്തവനെ സേവിക്കുമെന്നല്ലേ. പക്ഷെ ഇതെന്തൊരു വലിയ പ്രോമിസാ. ഇതാ ദൈവം ചിലതിനെ തെരഞ്ഞെടുക്കാൻ തുടങ്ങി. ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കാൻ മാനുഷികമായ തെരഞ്ഞെടുപ്പുകളല്ല, മാനുഷികമായ സാധ്യതകൾ നോക്കിയല്ല, സാഹചര്യങ്ങൾ നോക്കിയല്ല. ദൈവം
ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരുവനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ, സാധ്യതകളെ തിരിച്ച് സാഹചര്യങ്ങളെ മാറ്റി ഇന്നു രാത്രി പരിശുദ്ധ ആത്മാവ് ആരോട് പ്രവചിക്കുകയാണ്? ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ചിലതിനെയൊക്കെ തട്ടി മാറ്റിയിട്ടാണെന്ന്, ചിലതിനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നതാണെന്ന്. ഇവിടെ പറഞ്ഞു, ഹല്ലേലൂയ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇത് കേൾക്കുന്നത് അവരുടെ മാതാവ്. ഉദരത്തിൽ വെച്ച് തന്നെ ഇവര് തമ്മിൽ ഭയങ്കര വിഷയമുണ്ടായി. ഉദരത്തിൽ വെച്ച് ഇവർ പുറത്തു വരുന്ന സമയമായപ്പോൾ, ഹല്ലേലൂയ, അവന്റെ തലയിൽ ചവിട്ടി പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ തന്റെ തലയിലേക്ക്, അല്ലെ തന്റെ വാക്തത്വത്തിലേക്ക് ചവിട്ടി, തന്റെ വാക്തത്വത്തെ ചവിട്ടി ഒതുക്കി പുറത്തു വരാമെന്ന്, ഹല്ലേലൂയ, മറ്റൊരുവൻ ചിന്തിച്ചപ്പോൾ തന്റെ തലയുടെ മുകളിൽ അവൻ ചവിട്ടുവാൻ അനുവദിക്കാതെ, തന്റെ തലയുടെ മുകളിൽ അവൻ ചവിട്ടുവാൻ അനുവദിക്കാതെ തന്റെ വാക്തത്വത്തെ ഒരുത്തനും ചവിട്ടുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അവന്റെ കൈയുടെ, ഹല്ലേലൂയ, കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരിക്കുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ തന്റെ വാക്തത്വത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ തന്റെ തലയുടെ മുകളിൽ, ഹല്ലേലൂയ, ചവിട്ടുവാൻ നിൽക്കുവാൻ തന്നെ അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ഇന്ന് രാത്രി പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. നിന്റെ വാക്തത്വത്തിന്റെ മുകളിൽ ചവിട്ടുവാൻ, നിന്റെ വാക്തത്വത്തിന്റെ മുകളിൽ കയറി നിൽക്കുവാൻ, ഹല്ലേലൂയ, നിന്നേക്കാൾ ബലവാനായവൻ എഴുന്നേറ്റ് വരുമ്പോൾ, അകത്തു വെളിപ്പാടുള്ളവൻ, അകത്തു വെളിപ്പാടുള്ള ദൈവമക്കൾ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് അതിനെ അനുവദിക്കാതെ ആത്മാവിൽ അതിനെ പടവെട്ടി ജയിക്കുവാൻ, ഹല്ലേലൂയ, പുറത്തു വരാൻ നോക്കുമ്പോൾ, തന്റെ തലയിൽ ചവിട്ടി പുറത്തു വരാൻ നോക്കുമ്പോൾ അതിനനുവദിക്കാതെ, നിങ്ങൾ ആ ഭാഗമൊക്കെ വായിക്കണേ. ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാ. അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ, തന്റെ തലമേൽ ചവിട്ടാൻ അനുവദിക്കാതെ. ഇന്ന് രാത്രി എന്തോ ഈ ഭാഗം പരിശുദ്ധാത്മാവ് ഒത്തിരി ശാന്തമായി ഇടപെടുന്നു. ചിലതിന്റെയൊക്കെ വാക്തത്വത്തിന്റെ മുകളിൽ ബലവാനായവൻ കയറി നിന്ന്, ഹല്ലേലൂയ, അതിനെ ചവിട്ടി താഴ്ക്കുവാൻ നോക്കുമ്പോൾ, അതിനെ ചവിട്ടി മെതിക്കുവാൻ നോക്കുമ്പോൾ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുകയാ. അതിന്റെ മുകളിൽ അതിനെ ജയിക്കുവാൻ ഒരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ തുറക്കുന്നെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ചിലതിന്റെ മേൽ ഇന്ന് ഭയങ്കരമായ അധികാരത്തെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. സുജാസജി അടിവേശിരിക്കുന്ന ആന്റി പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ ഒരു പദം പറയുന്നു. വാക്തത്വത്തിന്റെ മുകളിൽ ചവിട്ടുവാൻ നോക്കുന്ന, വാക്തത്വത്തെ ചവിട്ടി താഴ്ത്തുവാൻ നോക്കുന്ന ചില ബലവാന്മാരുടെ മുകളില്, ഹല്ലേലൂയ, ബലമുള്ള ശത്രുവിന്റെ മുകളില്, ഹല്ലേലൂയ, കയറി നിന്ന് അതിനെ അഭിഷേകത്തോടെ ജയിക്കുവാൻ ഇന്നു രാത്രി ഒരു അധികാരത്തെ പരിശുദ്ധ ആത്മാവ് കൈമാറുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, ചില വാക്തത്വങ്ങൾ പുറത്തു വരാൻ സമയമായി, ചില വാക്തത്വങ്ങൾ വെളിപ്പെട്ട് വരാൻ സമയമായി. ഹല്ലേലൂയ, നിന്നെ ചവിട്ടി ഒതുക്കുവാൻ നോക്കുന്നവന്റെ കാലും പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദാ നോക്കിക്കേ, യാക്കോബ് പുറത്തു വരികയാ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇന്ന് രാത്രി ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുകയാ. ചിലതിനെ തമ്പുരാൻ നിന്റെ കയ്യിൽ തരികയാ. ചിലതിനെ പിടിക്കുവാൻ, ചിലതിനെ ജയിക്കുവാൻ ഒരധികാരത്തെ ഇന്ന് രാത്രി ആന്റി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ചില വാഗ്ദത്തങ്ങളെ നാളുകളായി ഒതുക്കി വെച്ചിരിക്കുന്ന, ചില വാഗ്ദത്തങ്ങളെ നാളുകളായി കാണുവാൻ കഴിയാതെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളെ പിടിച്ച് ജയിക്കുവാൻ ഒരു അധികാരത്തെ
പരിശുദ്ധാത്മാവിനോട് പ്രവചനാത്മാവിൽ കൈമാറുന്നു. ഹല്ലേലൂയ. 4 വിഷയവുമായി ബന്ധപ്പെട്ട് ചില നാളുകളായി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കർത്താവിന്റെ കരം ശക്തമായി വെളിപ്പെടുന്നെന്ന് പരിശുദ്ധ ആലോചന കൈമാറുന്നു. ചൂടാ റബാലക ശംധുല റബൽക്കനാദികക്ഷം ഹാർദ ലമാറിയാദന. അതിന്റെ വിടുതലുകൾ പല സമയത്ത് കയ്യെത്തും ദൂരത്ത് വെച്ച് മറിഞ്ഞു പോയതുപോലെ, അതിന്റെ വിടുതലുകൾ പലപ്പോഴും എത്തി നിന്ന സമയത്ത് മറിഞ്ഞു പോയതുപോലെ മറിച്ചു കളഞ്ഞതിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി തുറക്കുകയാണത്. ആത്മാവാലോചന കൈമാറുകയാ. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവിന്റെ നിയോഗം അതിശക്തമായി തുറക്കുന്നു. നോക്കിക്കോ, ഉദരത്തിൽ വെച്ച് തന്നെ പോരാട്ടമാ. കാരണം ഹല്ലേലൂയ, ഇവനെ പറ്റിയുള്ള ദൈവിക പദ്ധതി ഭയങ്കര വലുതാ. അപ്പൊ ഈ ദൈവിക പദ്ധതി പുറത്തു വരാതെ ഉദരത്തിനകത്ത് വെച്ച് തന്നെ ഒതുക്കിക്കളയാൻ നോക്കുന്ന ഒരു പോരാട്ടം പക്ഷെ അതിനനുവദിക്കത്തില്ല. ഇന്നു രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ വാഗ്ദത്തത്തിന് മുകളിൽ കയറുവാൻ, എന്റെ വാഗ്ദത്തത്തിന് മുകളിൽ നിൽക്കുവാൻ ഒരു ബലവാനെയും ഞാൻ അനുവദിക്കത്തില്ല. ഒരു പൈശാചിക ശക്തികളെയും ഞാൻ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവമക്കളെ, വിട്ടുകൊടുക്കരുത്. നിന്റെ വാഗ്ദത്തത്തിന്റെ മുകളിൽ കയറി നിൽക്കുവാൻ, നിന്റെ ശുശ്രൂഷകളെ ഒതുക്കി കളയുവാൻ നോക്കുന്ന നിന്റെ ശുശ്രൂഷകളെ ചവിട്ടി താഴേക്കാക്കാൻ നോക്കുന്ന ആ പൈശാചിക ശക്തികളുടെ മുകളിൽ നിൽക്കുവാൻ ഹല്ലേലൂയ. ഇവന്റെ കൈയെ പിടിച്ച്, ഏശാവിന്റെ കുതികാൽ പിടിച്ച് പുറത്തു വരികയാ. ഹല്ലേലൂയ. അവിടുന്ന് തുടങ്ങി തൻ്റെ മേൽ കിടക്കുന്ന വലിയ വലിയ പ്രോമിസുകളുടെ ഓരോ നിവർത്തീകരണം വരുന്ന ടൈം ആകുമ്പോൾ ഹല്ലേലൂയ പ്രതികൂലം വരും. നോക്കിക്കേ, അവിടുന്ന് അവരുടെ വളർച്ച കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിക്കേ, പിന്നെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. അമ്മ പറഞ്ഞു കൊടുത്തു, എല്ലാം ചെയ്തു. ഒറ്റ രാത്രി എല്ലാം വിട്ട് താൻ പുറത്തേക്ക് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യം. എല്ലാം വിട്ടു. പക്ഷെ പിടിച്ചു വാങ്ങിയ അല്ലെങ്കിൽ തട്ടിയെടുത്തെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വാഗ്ദത്തം, ഒരനുഗ്രഹം തൻ്റെ മേൽ കിടക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോന്നും നടക്കുന്നത്, ദൈവമക്കളെ ഓരോന്നും നടക്കുന്നത് അത് ദൈവിക പദ്ധതി. ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അത് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണ് നടക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യത്തിനകത്തും ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന്? ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും? നോക്കിയേ, അമ്മ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു, അനുഗ്രഹം മേടിക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തു. പക്ഷെ വീട് വിട്ടിറങ്ങിയപ്പോൾ കൂടെ ആരുമില്ലായിരുന്നു. അന്നേരം വരെ എല്ലാ ബുദ്ധിയും പറഞ്ഞു കൊടുത്ത അമ്മ കൂടെ ഇല്ല. ഹല്ലേലൂയ. ജ്യേഷ്ഠനെ പേടിച്ച് താൻ വീട് വിട്ട് ഓടുകയാ. ഒരാളെ ഉള്ളു കൂടെ, സ്വർഗത്തിലെ ദൈവം മാത്രം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉരുവാകുന്നതിന് മുന്നേ വാഗ്ദത്തം പറഞ്ഞ ദൈവം മാത്രമേ കൂടെയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില സമയങ്ങളിൽ നീ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, എവിടെ നിന്നെങ്കിലുമൊക്കെ നീ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലുമൊക്കെ നീ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്നെ ഹല്ലേലൂയ ചിലതിനകത്തു നിന്ന് കർത്താവ് വേർപെടുത്തി കൊണ്ടുവരികയാണ്. ചിലതിനകത്തു നിന്നൊക്കെ കർത്താവ് നിന്നെ വേർപെടുത്തി കൊണ്ടുവരുന്നതിന്റെ പിന്നില് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിനക്ക്
നിനക്ക് കൂട്ടുകാർ നഷ്ടപ്പെട്ടോ, ഹാലേലിയ ചാർച്ചക്കാർ നഷ്ടപ്പെട്ടോ, ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടോ, ഹാലേലിയ നിന്റെ കുടുംബത്തിനകത്തു നിന്ന് നീ അകന്നുപോയോ, ഒരു കാര്യം മനസ്സിലാക്ക്, നീ ഇസ്രായേൽ ആകുന്ന ഒരു സമയമുണ്ട്, നീ ഇസ്രായേൽ ആകുന്ന ഒരു സമയമുണ്ട്, നീ പുറത്തു വരുന്ന ഒരു സമയം. ഒറ്റപ്പെടലുകൾക്കകത്തു ഒറ്റപ്പെട്ടപ്പോഴും രാത്രിയുടെ യാമങ്ങളും ഹാലേലിയ ഉറങ്ങുവാൻ സമയമില്ലാതെ, ഉറങ്ങുവാൻ സാഹചര്യങ്ങളില്ലാതെ, ഹാലേലിയ കല്ല് തലയണയായി വെച്ചുറങ്ങുമ്പോഴും ഒരുപക്ഷെ താനിങ്ങനെ ചിന്തിച്ചു കാണും, എന്തുകൊണ്ടാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. കാരണം മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള പ്രോമിസ് നിറവേറണമെങ്കിൽ, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ള ഹാലേലുയ പ്രോമിസ് നിറവേറണമെന്നുണ്ടെങ്കിൽ, ഹാലേലുയ ദൈവത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ചില ഇടങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കേണ്ടി വരും, ചില ഇടങ്ങളിൽ നിന്ന് നീ അകന്നു മാറേണ്ടി വരും, ചില ഇടങ്ങളിൽ നിന്ന് നീ ഓടിപ്പോകേണ്ടി വരും. ഇതിനർത്ഥം എന്നേക്കുമായി നീ അവസാനിക്കുന്നല്ല, എന്നേക്കുമായി നീ തീരുന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ മാറ്റിയതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഗ്രേസിയാൻറ്റി പരിശുദ്ധാത്മാവിനോട് പ്രവചനാത്മാവിൽ കൈമാറുന്നു. ചില ഏരിയക്കകത്തു നിന്ന് അഭിഷക്ത ദാസി കർത്താവ് മാറ്റി നിർത്തിയെന്നത് പിന്നില് ദൈവത്തിന്റെ വലിയൊരു മഹത്വം വെളിപ്പെടാനുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുകയാ. ഒരു യാക്കോബിനെ പോലെ പലപ്പോഴും നീ ഒറ്റപ്പെട്ട ചില മേഖലകളുണ്ട്. ഒറ്റപ്പെട്ടു പോയി ഏകാന്തത അനുഭവിച്ച, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ, ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ചേക്ക ചില മേഖലകളുണ്ട്. അതിന്റെ നടുവിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. നിന്നെ അടുത്തൊരു നിയോഗത്തിലേക്ക് കയറ്റുവാൻ, അടുത്തൊരു നിയോഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് വലിയ പ്ലാനുകളും പദ്ധതികളും ഉണ്ടെന്ന് ആത്മാവാലോചന കൈമാറുന്നു. എന്നാൽ പലപ്പോഴും ചില സാഹചര്യങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോയ അവസ്ഥകൾ, സാഹചര്യങ്ങൾക്കകത്ത് നീ എവിടൊക്കെയോ ഒതുങ്ങിപ്പോയി എന്ന സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. 2025 ഹല്ലേലൂയ ഒത്തിരി കർത്താവിന് വേണ്ടി ഓടുവാൻ, ഒത്തിരി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. ദൈവം നിങ്ങളെ ഒത്തിരി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഈ സ്വർഗത്തിലെ ദൈവം എന്നെ കാണിക്കുന്നു. പലപ്പോഴും യാക്കോബ് കരഞ്ഞതുപോലെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ, ഒത്തിരി സമയങ്ങൾ. അതിനകത്ത് കർത്താവിന്റെ കരം ഇറങ്ങുന്ന ആത്മാവ് പ്രവചിക്കുന്നു. കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കാനുണ്ടെന്ന്. എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറഞ്ഞു. ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ആന്റി നിങ്ങളെ കൊണ്ട് പരിശുദ്ധയാത്മാവിന് ചെയ്തെടുപ്പിക്കാനുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുകയാ. കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു പാത്രമായി നിന്നുകൊടുത്താൽ മതി. ദൈവഹിതത്തിനനുസരിച്ച് നിന്നുകൊടുത്താൽ കർത്താവ് ചില മേഖലകൾക്കകത്തേക്ക് നിങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ചില വേദികൾക്കകത്തേക്ക് നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. ചില വചനവുമായി ബന്ധപ്പെട്ട് വചന ശുശ്രൂഷകളുമായി കർത്താവ് നിങ്ങളെ ഒത്തിരി വേദികൾക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷയുടെ വേഗതകളെ കർത്താവ് കൂട്ടുന്നു. ശുശ്രൂഷയുടെ ചില വേഗതകളെ കർത്താവ് കൂട്ടുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. വിശ്വസിച്ചു പ്രാർത്ഥിച്ചോ. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഒത്തിരി ശക്തമായി നിൽക്കത്തക്ക നിലയിൽ നിങ്ങളെ കർത്താവ് ശക്തമായ ശുശ്രൂഷയിൽ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാ. നോക്കിക്കേ, വീട്ടിൽ നിന്ന് താൻ ഒറ്റപ്പെടുകയാ.
ഒറ്റപ്പെട്ടു പോയി. കൂടെ അമ്മയില്ല, ജ്യേഷ്ഠനില്ല, വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയത്തില്ല. ഇപ്പോൾ അപ്പന്റെ കയ്യിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം, ദൈവം പറഞ്ഞ വാഗ്ദത്തവും, ഹല്ലേലൂയ, ഇത് മാത്രമാ തനിക്കുള്ളത്. ഇതിന്റെ നടുവില് താൻ ഓടിച്ചെന്ന് ലാബാന്റെ വീടിനകത്തേക്ക് ചെന്ന് കയറി. പിന്നെ തൻ്റെ ലൈഫ് നല്ല ഒരു ശതമാനം അവിടെ ചെലവാക്കുകയാ, അവിടെ തീർക്കുകയാ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, വാഗ്ദത്തമുള്ളവൻ എവിടെ ചെന്നാലും അവന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം അവൻ ചെന്ന് കയറുന്നിടത്തും വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ ചെന്നാലും, കുറച്ചുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ, നിങ്ങളൊരു ഓഫീസിൽ ചെന്നാൽ ആ ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളൊരു വീടിനകത്തേക്ക് ചെന്നാൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ തലമുറയെ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ദൈവമക്കളെ, നിന്റെ തലമുറ ഒരു വീടിനകത്തേക്ക് കയറി ചെന്നാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. നീ ഒരു ഓഫീസിനകത്തേക്ക് കാലുകുത്തിയാൽ ഞാൻ പറയട്ടെ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ആ ഓഫീസിനെ വർധനവിലേക്ക് നയിക്കും. നാളെ ഇതുവരെ ശൂന്യതയിലാ കിടന്നെങ്കിൽ, ഇന്നലെ വരെ അത് ശൂന്യമായി കിടക്കുകയാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാം, നീ അഭിഷേകത്തോടെ അതിനകത്ത് കയറാൻ തുടങ്ങിയാ, ഹല്ലേലൂയ, അത് വർധനവായി തീരും. പക്ഷേ തന്റെ മേൽ കിടക്കുന്ന ആ അനുഗ്രഹം, അല്ലെ തന്റെ മേൽ കിടക്കുന്ന ആ വാഗ്ദത്തം ലാബാന്റെ വീടിനകത്ത് വർധന ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ തന്റെ ജീവിതത്തിന് ഓരോ വർഷങ്ങളും ഇങ്ങനെ നീണ്ടു പോകുകയാ. ഒരു പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഓരോ ദിവസവും യാക്കോബ് കർത്താവേ, കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട പ്രോമിസുകൾ, എനിക്ക് എൻ്റെ നാട്ടിലേക്ക്, സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോണം, എനിക്ക് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോണം. എത്ര നാൾ ഇങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല, എന്താകുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു രാത്രി ഹല്ലേലൂയ, കർത്താവ് ഇടപെട്ട് സമയമായി, ടൈമായി. ഹല്ലേലൂയ, നീ പുറപ്പെടാൻ സമയമായി, ഇതിനകത്തു നീ എഴുന്നേക്കാൻ സമയമായി. ഓരോ പ്രാവശ്യവും പ്രതിഫലം മാറ്റി ഹല്ലേലൂയ ഇപ്പൊ തന്നെ കൊണ്ട് ആദായം എടുക്കുകയാണ്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ യാക്കോബിനെ കൊണ്ട് ഉള്ള ആദായം മുഴുവൻ ലാബാൻ എടുക്കുക. കാരണം യാക്കോബിന്മേലുള്ള അനുഗ്രഹം മുഴുവനും ലാബാന്റെ വീടിനകത്തുണ്ടാകുക, ലാബാന്റെ മൃഗനന്മകളിൽ ഉണ്ടാകുക. പക്ഷെ ഒറ്റ രാത്രി വായിച്ച കുറിവാക്യം, തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്, തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. ഒത്തിരി ദിവസമൊന്നും വേണ്ട കേട്ടോ, കർത്താവിന് പ്രവർത്തിക്കാൻ ഒത്തിരി മണിക്കൂറുകളൊന്നും വേണ്ട, കർത്താവിന് പ്രവർത്തിക്കാൻ ഒറ്റ ഹല്ലേലൂയ സമയങ്ങളൊന്നും വേണ്ട. ഒറ്റ രാത്രി കൊണ്ട് തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. ഓ, കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച് ഈ രാത്രി കർത്താവിനെ സ്തുതിച്ചാട്ടെ. തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. തന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന്. ഓരോ പ്രാവശ്യവും തന്റെ പ്രതിഫലം മാറ്റുകയാ. അങ്ങനെ തന്റെ നീണ്ട വർഷങ്ങൾ വേസ്റ്റ് ആകുകയാ. പക്ഷെ ഒറ്റ രാത്രി ഇതിനൊരു തിരിച്ചു പിടിക്കണം, ഇനി തനിക്ക് വേണ്ടി ജീവിക്കണമെന്നൊരു ചിന്ത തൻ്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ നിന്നപ്പോൾ ഒരു ഡിമാൻഡ് ലാബാനുമായി വെച്ചു. ഹല്ലേലൂയ. ഒരു ഡിമാൻഡ് ലാബാനുമായി വെക്കുകയാ. ആ ഡിമാൻഡിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. താൻ വെച്ച ഡിമാൻഡിനകത്ത് ഒരുപക്ഷെ ലാബാൻ ചോദിച്ചു കാണും, നീ എന്തൊരു മണ്ടത്തരമായി യാക്കോബെ കാണിച്ച്, നാളിതുവരെ ഈ കൂടിനകത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല.
ഉൽപ്പത്തി പുസ്തകം 25, 26, 27 നിങ്ങൾ ഇന്ന് രാത്രി വായിക്കണം പറ്റുമെങ്കിൽ. ഹല്ലേലൂയ. ഇന്നലെ വരെ ഹല്ലേലൂയ ഇങ്ങനെയൊന്നും നമ്മുടെ ഹല്ലേലൂയ തൊഴുത്തിനകത്ത് സംഭവിച്ചിട്ടില്ല. പക്ഷെ നിന്നെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, ഇന്നലെ വരെ സംഭവിക്കാത്ത മറ്റൊന്ന്, ഇന്നലെ വരെ നടക്കാത്ത മറ്റൊന്ന്, ഇന്നലെ വരെ കാണാത്ത മറ്റൊന്ന് കാണിച്ച് ഹല്ലേലൂയ എല്ലാവർക്കും നടക്കുന്നത് പോലെയല്ല, ഇന്നലെ വരെ നടന്നതുപോലെ അല്ല, ഹല്ലേലൂയ നാളിതുവരെ നടക്കാത്ത രീതിയിലുള്ള വിടുതലുകൾ ചില കൂടാരത്തിനകത്ത് അത് വെളിപ്പെടുകയാ. മോളി സാമുവൽ പരിശുദ്ധാത്മ പ്രവചിക്കുന്നല്ലോ, ഇന്നലെ വരെ നടന്നതുപോലെ അല്ല, ഹല്ലേലൂയ പലരുടെ ജീവിതത്തിനകത്ത് നടന്നതുപോലെ അല്ല നിങ്ങൾക്ക് വെളിപ്പെടാനുള്ള വിടുതലുകൾ. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. ചില പ്രതിഫലമൊക്കെ ആരൊക്കെയോ പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ, പ്രാപിക്കേണ്ട ചില നന്മകളൊക്കെ ആരൊക്കെയോ പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ, പക്ഷെ ആ ബലവാന്മാരുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഹല്ലേലൂയ അത് തുറന്നു തന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ഇനി അധിക കാലം അത് പിടിച്ചു വെക്കാൻ കഴിയത്തില്ലെന്ന് എന്തോ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കുന്ന. ആന്റി, ലഭിക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ, ലഭിക്കേണ്ട ചില നന്മകൾ ആരോ കരത്തിനകത്ത് ഒതുക്കി വെച്ചിരിക്കുകയാ, ആരോ കരത്തിനകത്ത് പിടിച്ചു വെച്ചിരിക്കുകയാ. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഇന്നത് റിലീസാകുന്ന രാത്രിയാ, ഇന്നത് റിലീസാകുന്ന യേശുവിന്റെ നാമത്തിൽ അതിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ലാബാന്റെ ശക്തികളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം. കരപടിക്കാമെങ്കിൽ നന്നായി കരപടിച്ചോ, അന്യഭാഷ പറയാമെങ്കിൽ നന്നായി അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ചിലത് പുറത്തു വരുന്ന സമയമാ, ചിലത് നിന്റെ കരത്തിനകത്തേക്ക് ഒഴുകി വരുന്ന. ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷൻ വെച്ച്, ഒറ്റ ഉടമ്പടി, പക്ഷെ ആ ഉടമ്പടിക്കകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടാൻ തുടങ്ങി. ആ ഉടമ്പടിക്കകത്ത് ദൈവപ്രവർത്തി നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതു വലിയ ശത്രു നിന്റെ അകത്ത് നിന്റെ വാഗ്ദത്തത്തെ ഒതുക്കി വെച്ചാലും, നീയും ദൈവവുമായ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ, നീയും ദൈവവുമായ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ, നിന്റെ ഉടമ്പടിക്കകത്ത് ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ, ചിലരെടുത്ത തീരുമാനത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങുകയാ. ചിലരെടുത്ത തീരുമാനത്തിനകത്ത് നീ എടുത്ത തീരുമാനത്തിനകത്ത് ദൈവിക വിടുതലുകൾ വെളിപ്പെടാൻ തുടങ്ങുകയാ. നീ എടുത്ത തീരുമാനത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ. നീ എടുത്ത തീരുമാനത്തിനകത്ത് നല്ലത് വേണോന്ന് പറഞ്ഞില്ല, നല്ലത് നീ എടുത്തോ. വരയും കുറിയൊക്കെ ഉള്ളത് മതി, ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഒരു പക്ഷെ ലാവാൻ ചിന്തിച്ച് കാണും, ഇവൻ എന്തൊരു മണ്ടനാ, ഇവൻ എന്തൊരു മണ്ടത്തരവാ ചെയ്യുന്നേ. മണ്ടത്തരവല്ല, ഹല്ലേലൂയ. ഞാൻ എടുത്ത തീരുമാനത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കുമെന്നൊരു ഉറപ്പ്, ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നൊരു ഉറപ്പ്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുകയാ. എടുത്ത തീരുമാനങ്ങൾക്കകത്ത് ചില ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങുകയാ. എടുത്ത തീരുമാനങ്ങൾക്കകത്ത് ചില ദൈവപ്രവൃത്തികൾ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നീ എടുത്തു വെച്ച ചില തീരുമാനങ്ങളില്ലേ, എടുത്തു വെച്ച ചില ഉടമ്പടികളില്ലേ, ദൈവത്തോട് പറഞ്ഞ ഹല്ലേലൂയ ചില ഉടമ്പടികൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന. പിന്നെ അങ്ങോട്ട് തന്റെ സീസൺ തുറക്കാൻ തുടങ്ങി.
പിന്നെ അങ്ങോട്ട് തൻ്റെ മേൽ കിടക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നീ ഉടമ്പടിക്കകത്ത് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, വിട്ടുപോകാതെ ഒറ്റപ്പെടിയിൽ വന്നപ്പോൾ, ഏകാന്തത വന്നപ്പോൾ, ഹല്ലേലൂയ, തനിച്ച് കിടന്നപ്പോൾ, രാത്രി ഉറങ്ങി, ഹല്ലേലൂയ, ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങിയപ്പോൾ ദൈവിക വാഗ്ദത്തത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്ന് നീ കേട്ട ദൈവ ശബ്ദത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കേട്ട ദൈവ ശബ്ദത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം എന്തോ ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. ചില കൂടാരത്തിനകത്തൊക്കെ ദൈവിക ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുകയാ. ചില ദൈവപ്രവർത്തികൾ പൂർത്തീകരിക്കാൻ. സുശീല രവി അടിവേസിക്കുന്ന ആന്റി പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, ചില ദൈവ ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുന്നെന്ന്. പൂർത്തീകരിക്കാൻ ആ പദം പരിശുദ്ധാത്മാ പ്രവചനാത്മാവിൽ കൈമാറുന്നു. ചില ദൈവ ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങോ, ഹല്ലേലൂയ, ചില ദൈവ ശബ്ദങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങുകയാ. നാളിതുവരെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ, ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ക്വസ്റ്റ്യൻ ചിഹ്നമായി കിടക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. അതിനകത്തൊരു പൂർത്തീകരണം. പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്ന തലമുറകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾക്കകത്ത്, പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ചില പൂർത്തീകരണത്തെ കർത്താവ് അയക്കുന്നെന്ന്. ചില പൂർത്തീകരണം, ചില വഴികൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾക്കകത്ത് ക്വസ്റ്റ്യൻ പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ. ആന്റി ഒരു 3 വർഷമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. 3 years, 3 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ആത്മാവ് പ്രവചിക്കുന്നു, അടുത്ത ഒരു 6 ദിവസത്തിനകത്ത് അതിനൊരു വിടുതലുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുകയാ. ഷാഥാലമന വൈഡബാലവ ശാംധാല പ്രഭാരിയ അർദ്ധന ലഗർത്തേ മനാധികക്ഷ പ്രബല ഘടക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ചില ദൈവപ്രവർത്തികൾ വേഗത്തിൽ വെളിപ്പെടുന്നത് പോലെ ആത്മാവെന്നെ കാണിക്കുന്നു. ശരീരത്തിൽ നിന്ന് ചില രോഗങ്ങളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നത് പോലെ, ചില രോഗങ്ങൾ സൗഖ്യമാകുന്നത് പോലെ, അല്ലെ ശരീരത്തെ തൊടുന്ന ഒരു ദൈവ സാന്നിധ്യം ശക്തമായ ശരീരത്തിനകത്ത് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. അർദ്ധ ലബക്ഷ പ്രബല ഘടകസി യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഭയങ്കരമായി സൗഖ്യത്തെ ശരീരത്തിനകത്ത് കൽപ്പിക്കുന്നെന്ന് പരിശുദ്ധന്മാരോട് പ്രവചിക്കാൻ പറഞ്ഞു. ഉദരവുമായി ബന്ധപ്പെട്ട് ചില രോഗസൗഖ്യം നടക്കുന്നു. ഉദരവുമായി ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ഉദരവുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര രോഗസൗഖ്യം. യേശുവിന്റെ നാമത്തിൽ, ആ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ മുഴുവനും പൊട്ടി ഇപ്പോൾ ആന്റി ഫ്രീ ആവട്ടെ. വായിച്ച കുർബാക്കി ഇങ്ങനെ പറഞ്ഞേ, യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു. അപ്പൊ ലാബാൻ തന്നേക്കാൾ ബലവാനാ, തന്നേക്കാൾ ബലവാനാ. പക്ഷെ ആ ബലവാന്റെ കയ്യിൽ നിന്ന് തന്നെയും തനിക്കുള്ള നന്മകളെയും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ മാത്രമല്ല നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും നിനക്കുള്ള നന്മകളെയും ഒരു ബലവാനും തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഒരു ബലവാനും തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അവിടുന്ന് വീണ്ടെടുക്കുന്ന ഒരു കർത്താവ്, നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് ചിലരോട് കൈമാറുകയാ. ഹല്ലേലൂയ, നിന്റെ നന്മയ്ക്ക് മുകളിൽ കരം വെക്കുക, നിന്റെ വാഗ്ദത്തത്തിന് മുകളിൽ കരം വെക്കുക. ഒരു ശത്രുവിനെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്.
അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ കേട്ട ദൈവശബ്ദം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ കേട്ട ദൈവശബ്ദം അത് നിവർത്തീകരിക്കുന്ന സമയമുണ്ട്, അത് നിവർത്തീകരിക്കുന്ന സമയമുണ്ട്. ഒരുപക്ഷെ പ്രതികൂലത്തിനകത്തുകൂടെ കടന്നുപോയാലോ, പ്രതിസന്ധിക്കകത്തുകൂടെ കടന്നുപോയാലോ, കഷ്ടതയ്ക്കകത്തുകൂടെ കടന്നുപോയാലോ, ഹല്ലേലൂയ, നീ ഭാരപ്പെടണ്ട. പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്ക്, ഹല്ലേലൂയ, നിന്നെ വീണ്ടെടുക്കുന്നത്, നിന്നെ വീണ്ടെടുത്ത് ബലവാനായവന്റെ കയ്യിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുകയാ. ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാ. പക്ഷെ പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നില്ല. പലപ്പോഴും നമുക്കിത് മനസ്സിലാകാതെ നമ്മൾ പറയുക, കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രതിസന്ധിക്കകത്താണല്ലോ, ഇപ്പോഴും എൻ്റെ മുകളിൽ ബലവാനായവൻ നിൽക്കുകയാണല്ലോ, എൻ്റെ മുകളിൽ പൈശാചിക ശക്തികൾ ജയമെടുക്കുകയാണല്ലോ. എത്രയോ തവണ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്രയോ തവണ നമ്മൾ അറിയാതെ പോലും നമ്മുടെ വായിൽ നിന്ന് വന്നു പോയിട്ടില്ലേ? ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുക, നിന്നെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാ. ലാബാൻ അത്ര തവണ തൻ്റെ നന്മയെ പിടിച്ചു വെച്ചു, പ്രതിഫലത്തെ മാറ്റി 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 നന്മ വിട്ടുകൊടുക്കാതെ എല്ലാം ചതിച്ചു, എന്നിട്ടും പുറകെ വരികയാ. പക്ഷെ അവിടുന്ന് വിടുവിച്ച് ഒരു ഇസ്രായേലാക്കി പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്നെ വിടുവിച്ച് അടുത്ത ഒരു നിയോഗത്തിൽ ആളുമാറിയവനെ പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുകയാ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. നിന്നെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു. നിന്നെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു. നാളിതുവരെ നിന്റെ മുകളിൽ ജയമെടുത്ത പൈശാചിക ശക്തികളില്ലേ, വത്സമാനി പ്രാർത്ഥിച്ചോ. നാളിതുവരെ ഹല്ലേലൂയ ജയമെടുക്കുന്ന ബലവാന്റെ മുകളിൽ അതിലും മുകളിൽ നിന്നെ കയറ്റുന്ന ഒരു അഭിഷേകം ഇന്നു രാത്രി ആന്റി സ്വർഗത്തിലെ ദൈവം തുറക്കുകയാ. ഹല്ലേലൂയ. ചില ബലവാന്മാരെ പിടിച്ചുകെട്ടുവാൻ ഇന്നു രാത്രി ഒരു അതോറിറ്റിയെ കർത്താവ് കൈമാറുന്നു. ചില ബലവാന്മാരെ പിടിച്ചു കെട്ടുവാൻ ഇന്നു രാത്രി ചിലരുടെ മേൽ ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിനകത്തിരിക്കുന്ന ചില അഭിഷക്ത ദൈവദാസിമാരുടെ മേൽ ഒരു അതോറിറ്റി, ഒരു അധികാരം സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. കരമടിച്ച അധികാരത്തെ റിസീവ് ചെയ്യുക. Thank you Holy Spirit, thank you Holy Spirit. Shakala baradhara bala basiya. പിശാചിനെ ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വാക്തത്തിന് മുകളിൽ ജയിക്കുവാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. നീ പുറത്തു വരുന്ന സമയമുണ്ട്. ആരെല്ലാം നിന്നെ ഒതുക്കി വെച്ചാലും, ഏതെല്ലാം ശക്തികൾ നിന്നെ ഒതുക്കാൻ നോക്കിയാലും, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. നിന്നെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരുന്നത്, ഹല്ലേലൂയ, നിന്നെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവന്ന് അടുത്തൊരു മാന്യത നൽകി നിന്നെ ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. പ്രോമിസും വാഗ്ദത്തങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് ലാബാന്റെ വീട്ടിൽ നിന്ന് ഓടി വരുമ്പോൾ തനിക്കൊരു ഭയമുണ്ട്. ചേട്ടൻ എന്നെ എന്താകും, ഞാൻ ചേട്ടനുമായി കണ്ടുമുട്ടുമ്പോൾ എന്താകും അവിടുത്തെ അവസ്ഥ? പക്ഷെ അതിനും പരിഹാരം കർത്താവ് ഒരുക്കുകയാ. അതിനും പരിഹാരം ദൈവം ഒരുക്കുകയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരെല്ലാം നിന്റെ മുകളിൽ ബലവാനാണെന്ന് പറഞ്ഞാലോ, ഏത് ശക്തിയാണെങ്കിലും, അത് മാനുഷിക ശക്തിയാകട്ടെ, പൈശാചിക ശക്തിയാകട്ടെ, എന്തുമാകട്ടെ, ഇന്ന് രാത്രി അതിന്റെ കയ്യിൽ നിന്ന് സ്വർഗം ചിലരെ പുറപ്പെടുവിക്കുന്ന. ഓ
ചില പൈശാചിക ശക്തികളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരികയാ. ഹല്ലേലൂയ. ചില പൈശാചിക കോട്ടകളിൽ നിന്ന് ചിലർ ഇന്ന് രാത്രി ആത്മാവിൽ പുറത്തു വരുന്ന കർത്താവെ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ കർത്താവ് ഇത് സംഭവിക്കട്ടെ. ബലവാനായ പൈശാചികന്റെ കയ്യിൽ നിന്ന് ഇന്ന് രാത്രി ഇവരെയും ഇവരുടെ വാക്തത്വത്തെയോ ഇവരുടെ തലമുറകളെയോ ഇവർ കേട്ട സകല പ്രോമിസുകളെയോ അങ്ങ് വീണ്ടെടുത്ത് രക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുകയാ. കർത്താവ്, ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ആ അധികാരം തുറക്കട്ടെ. ചില പൈശാചിക കോട്ടകളോട് ജയിക്കുവാൻ ഒരധികാരം ഇന്ന് രാത്രി തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. ഈ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ വിശാലതയെ ഇതിന്റെ വിശാലതയെ പിടിക്കുന്ന, ഇതിന്റെ ഹല്ലേലൂയ വിശാലതയെ ഒതുക്കുന്ന ചില പൈശാചിക ശക്തികളുടെ മുകളിൽ കർത്താവേ, ഇന്ന് രാത്രി ശുശ്രൂഷകരായ ഞങ്ങൾ ഒരുമിച്ച് ഇതിന്റെ മേൽ ജയമെടുക്കുന്നു. ഈ മിനിസ്ട്രി വളർന്ന് പന്തലിക്കട്ടെ കർത്താവേ. ഇതിനകത്ത് വിടുതലുകൾ നടക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാ അഭിഷേക്ത ദൈവദാസന്മാർ എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരുടെ മേലും ഈ വചനം ശക്തമായി വെളിപ്പെടട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളെക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുന്നു. ഉറപ്പുള്ളവർ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് എന്നെ രക്ഷിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് വലിയൊരു നിയോഗത്തിന്, വലിയൊരു മഹത്വത്തിന് വേണ്ടിയാ. ആ ദൈവപ്രവൃത്തി നിങ്ങളിൽ നടക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവദാസിമാരോടുള്ള, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ ദൈവദാസിമാരോടുമുള്ള പ്രത്യേക സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് ഈ മിനിസ്ട്രിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത്ര നേരവും നമ്മളോട് ദൈവവചനം പറഞ്ഞു തന്ന സിസ്റ്ററെ ദൈവം ധാരാളമായ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആശീർവാദം പറയാന് ബ്രദർ സജിയെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ ദൈവമേ നന്ദി പറയുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഹല്ലേലൂയ. ഒരു ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. ദൈവദാസൻ കൂടെ കർത്താവെ ആലൂതുകളെ കേൾക്കുവാന് കർത്താവെ ഞങ്ങൾക്ക് ബലപ്പെടുവാനൊക്കെ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ വാഗ്ദത്തങ്ങള് ദൈവമേ ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന തക്ക സമയത്ത് ദൈവമേ അവിടുന്ന് കർത്താവെ ഹല്ലേലൂയ നിറവേറ്റി തരുന്നവനാ കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവെ. ബലവാനെ മാറ്റി കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നവനാ കർത്താവെ. ദൈവമേ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി കർത്താവെ. കേട്ട ദൂതുകളെ കർത്താവെ, കേട്ട വാഗ്ദത്തങ്ങള് ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവമേ പ്രത്യാശയോടെ അതിനെ നോക്കിയിരിക്കാൻ കർത്താവിന്റെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നപ്പ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. ഹല്ലേലൂയ വചനം പ്രഘോഷിച്ച ദൈവദാസിക്കായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ എത്രത്തോളം കർത്താവ് നടത്തി കർത്താവെ ഞങ്ങളുടെ ഹല്ലേലൂയ കൂട്ടായ്മയിൽ വന്ന് കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ കർത്താവെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനൊക്കെ കർത്താവ് ഇടയാക്കിയതിനായി നന്ദി. കുടുംബത്തെ അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ. ആ വേലയൊക്കെ അനുഗ്രഹിക്കണമേ ദൈവമേ. അനേകരുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഒക്കെ കൊടുത്ത കൃപയ്ക്കായി നന്ദി അപ്പ. കേട്ട ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ നന്ദി കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലത്തിൽ ഞങ്ങളുടെ അനുപരക്ഷകനായ യേശു കർത്താവിന്റെ നാമത്തില് താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവെ, കൃപയോടെ കേൾക്കണമേ. ആമേൻ.
ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ആശീർവാദത്തോടെ നമുക്ക് പ്രിയ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങളോട് ഓരോരുത്തരുടെ കർത്താവെ ഹല്ലേലൂയ ദൈവമേ എന്ന് വചനം കുറിച്ച് ദേവദാസനും കുടുംബത്തോടും കർത്താവെ ഹല്ലേലൂയ ദൈവമേ ലീഡ് ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ ദേവദാസയുടെ കുടുംബത്തോടും കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ തടുത്തൂടായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ ദൈവത്തിന്റെ കൃപ കർത്താവെ വ്യാപരിക്കണം. ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി നന്ദി. സകലതും കർത്താവെ രക്ഷകനായ യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ഹല്ലേലൂയ കർത്താവ് ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ 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 യേശുവേ വരേണമേ. ആമേൻ.